ADF രൂപീകരിച്ചിട്ട് ഏതാണ്ട് ഒരു വർഷമാകാൻ പോവുകയാണ്. ആ രൂപീകരണവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ രൂപീകരണത്തിന് ശേഷം ഇന്നുവരെ നമുക്ക് വിശ്രമം എന്നുള്ളത് ഉണ്ടായിട്ടില്ല. വലിയ ജനാവലി നമുക്ക് സംഘടിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും നമ്മുടെ നേതൃത്വം വിശ്രമരഹിതമായി ഇപ്പോഴും രംഗത്ത് നിൽക്കുകയാണ്. ഓരോ പ്രശ്നങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി നമുക്ക് വന്നുകൊണ്ടിരിക്കുക. അതിനിടയ്ക്ക് കഴിഞ്ഞ 10 വർഷത്തെ ഒരു സർക്കാരിൻ്റെ പ്രവർത്തനവും നമ്മളെപ്പോലുള്ള സാമൂഹിക വിഭാഗത്തോടുള്ള അവഗണനയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ നിന്നും ഒരു ആശ്വാസം എന്ന നിലയിൽ നമ്മളിപ്പോൾ കാണുകയാണ്. അത് നമുക്ക് അനുഭവവേദ്യമായിക്കൊണ്ടിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ നമ്മൾ സർക്കാരിൻ്റെ നയപരിപാടികളിലും തീരുമാനങ്ങളിലും ഇടപെടൽ നടത്തണം എന്ന ഒരു തീരുമാനത്തിലാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിനുവേണ്ടി അസംഖ്യം പദ്ധതികൾ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ബോധപൂർവമായി രാഷ്ട്രീയമായി ഇടപെടുന്നില്ല എങ്കിൽ വീണ്ടും കഴിഞ്ഞ 10 വർഷത്തിന് തുടർച്ചയായിട്ട് നമുക്ക് അനുഭവിക്കേണ്ടി വരും എന്ന ഒരു ഭീതി നമ്മളിൽ പലർക്കുമുണ്ട്. ആ സാഹചര്യത്തിൽ നിന്നാണ് ഒരു തുടർ നടപടികൾ എന്ന നിലയിൽ നാം മുന്നോട്ട് പോകുന്നത്. ADF ഇതിനകം കൈക്കൊണ്ടിട്ടുള്ള തീരുമാനങ്ങളും നിലപാടുകളും കേരളത്തിനും അകത്തും പുറത്തും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരിൽ വലിയ ശ്രദ്ധ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ നിലയിൽ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, നിലപാടുകളുടെ പ്രാധാന്യം നമുക്ക് ഏവർക്കും അറിയാവുന്നതാണ്. അതിന് ഒരു ക്രിയാപദ്ധതി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. ഈ ക്യാമ്പിന് പ്രധാനമായും 2 സെഷനുകളാണ്. ഒന്ന്, ഇപ്പോഴത്തെ കേരള സർക്കാർ സമർപ്പിച്ച ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള വിഷയങ്ങളിൽ നമുക്ക് അനുകൂലമോ പ്രതികൂലമോ എന്നുള്ളത് മനസ്സിലാക്കുക. പ്രതികൂലമായ സംഗതി അനുകൂലമാക്കുന്നതിനാവശ്യമായിട്ടുള്ള ഇടപെടൽ നടത്തുക. ആ ഇടപെടലിന് നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ ആവശ്യമാണ്, വിവരങ്ങൾ ആവശ്യമാണ്, നമ്മൾ അറിവ് കൂട്ടേണ്ടതുണ്ട്, സ്ഥാപിക്കേണ്ടതുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു കൂടിച്ചേരലാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. പതിവിന് വിപരീതമായി നേതാക്കളുടെ കയ്യിൽ മാത്രം അറിവിരുന്നാൽ പോരാ. അവരുടെ മനസ്സിലും ഹൃദയത്തിലുമുള്ള അറിവ് നമ്മുടെ ഹൃദയത്തിലേക്കും ബുദ്ധിയിലേക്കും വരാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഈ ക്യാമ്പ്. അപ്പോൾ ഇവിടെ നടക്കുന്ന അവതരണം ഓരോരുത്തരും അവരവരുടെ പ്രവർത്തന മേഖലകളിൽ പ്രയോഗിക്കുക, കൂടുതൽ ആളുകളെ അതിനുമായി ബന്ധപ്പെടുത്തി മുന്നോട്ട് കൊണ്ടുപോവുക. അതിന് സഹായകരമാകുന്ന രീതിയിലാണ് ഇവിടെ ഈ വിഷയങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയം ഭൂപരിഷ്കരണം 2.0 എന്ന ഘോഷിച്ചിട്ടുള്ള സർക്കാരിൻ്റെ ബഡ്ജറ്റിൽ അവതരിപ്പിച്ചിട്ടുള്ള ഭൂമി സംബന്ധമായിട്ടുള്ള നിയമങ്ങൾ ഭേദഗതി ചെയ്യും എന്നുള്ള ഒരു പ്രഖ്യാപനത്തെയാണ് നാം ഉത്കണ്ഠയോടുകൂടി കാണുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ വിധാനസഭ സാറോട് വിശദീകരിക്കും. അപ്പോൾ ആ ഒരു വിഷയമാണ് പ്രധാനമായ സംഗതി, ആദ്യത്തെ സെഷൻ. രണ്ടാമത്തെ സംഗതി ഈ ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയുടെ അടുത്ത ഭാഗമാണ് ബഡ്ജറ്റും നമ്മുടെ വികസനവും. അതിൽ നമ്മുടെ മേഖലയിലുള്ള വിഷയങ്ങൾ എന്തൊക്കെയാണ്,
അത് പരിഹരിക്കാനാവശ്യമായിട്ടുള്ള ബഡ്ജറ്റ് നിർദ്ദേശങ്ങൾ, ആ നിർദ്ദേശങ്ങൾ നമുക്ക് എത്രത്തോളം ഗുണകരമാണ് അല്ലെങ്കിൽ വിരുദ്ധമായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചൊക്കെ സവിസ്തരം ചർച്ച ചെയ്യുന്ന ഒരു സെഷനാണ് ബഡ്ജറ്റും വികസനവും എന്ന് പറയുന്ന സെഷൻ. അടുത്തത് നാം കഴിഞ്ഞ വർഷം മുതൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് SC/ST ഫണ്ട് ആക്ട്. ആ ഫണ്ട് ആക്ടിനെ കുറിച്ചിട്ടുള്ള ഒരു സെഷൻ. ആ ഫണ്ട് ആക്ടിൻ്റെ നോഡൽ ഏജൻസിയെക്കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇന്ത്യയുടെ മറ്റ് പല സംസ്ഥാനങ്ങളിലും അത് പ്രായോഗത്തിൽ ഉണ്ട്, കേരളത്തിൽ മാത്രം അതില്ല. അപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഒരു ബോധവൽക്കരണപരമായിട്ടുള്ള ഒരു പഠനം ആണ് ഇവിടെ അടുത്ത സെഷൻ നടക്കുന്നത്. ഇനി അടുത്ത നിർദ്ദേശം, അടുത്ത വിഷയം ബഡ്ജറ്റ് നിർദ്ദേശങ്ങളിൽ ആവശ്യമായ ഭേദഗതി നമ്മുടെ ഭാഗത്തു നിന്ന് വയ്ക്കേണ്ടതായ ഭേദഗതിയും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ബഡ്ജറ്റ് 2 തരം സംഗതികളുണ്ട്: പ്ലാനും നോൺ പ്ലാനും, പദ്ധതിയും പദ്ധതിയേതരവും. അതിൽ പദ്ധതിയേതരമായിട്ടുള്ള മേഖലകളിൽ പട്ടികജാതി പട്ടികവർഗ വിഹിതത്തിൻ്റെ ആനുപാതികമായ കുറവിനെക്കുറിച്ചുള്ള ഒരു സംഗതി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അതിന് ഒരു പരിഹാരം എന്താണ്? അത്തരം പരിഹാരം നിർദ്ദേശിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെഷൻ. ഇങ്ങനെയാണ് ഈ ബഡ്ജറ്റുമായി പിന്നെ അതുപോലെ തന്നെ MSME സ്വയം സംരംഭകത്വത്തെക്കുറിച്ചിട്ടുള്ള നമുക്ക് അനുകൂലമായ രീതിയിൽ, നമുക്ക് ഗുണകരമായ രീതിയിൽ സംരംഭകത്വം പോഷിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നിലപാടുകളും നടപടികളും ലഘൂകരിക്കുന്നതിനാവശ്യമായിട്ടുള്ള സംഗതികൾ നിർദ്ദേശിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെഷൻ. ഇങ്ങനെയാണ് ആദ്യത്തെ പൊതു സെഷൻ, ഉച്ചയ്ക്ക് മുമ്പിലുള്ള സെഷൻ. അപ്പോൾ അത് ഇന്നത്തെ നിലയിൽ നമ്മളെ വളരെ പ്രധാനപ്പെട്ട ദളിതാദിവാസി മേഖലയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ പല ഏത് സംഘടന ഏതായാലും എല്ലാവർക്കും വേണ്ടി ഉള്ള ഒരു വിഷയമാണ്. അത് കഴിഞ്ഞ് ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനാണ് രണ്ടാമത്തെ സെഷൻ. അത് ആദിവാസി അതിപിന്നോക്ക വിഭാഗ സെഷനാണ്. അതിൽ ആദിവാസി സ്വയംഭരണം, വനാവകാശം, വനഭൂമി വിതരണം, ഇതാണ് അത് ഉച്ച കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ സെഷൻ. 2 അതിപിന്നോക്ക SC/ST വിഭാഗങ്ങളുടെ പ്രത്യേക പാക്കേജുകളും പ്രാതിനിധ്യം, അവരുടെ പ്രാതിനിധ്യക്കുറവ് പരിഹരിക്കാൻ, ഇപ്പോൾ സർക്കാർ സർവീസിലായാലും മറ്റ് സർവീസിലായാലും അവരുടെ പ്രാതിനിധ്യം കുറക്കുന്നതിന് ആവശ്യമായിട്ടുള്ള പരിപാടി നിർദ്ദേശിക്കുക. അതിനുശേഷം ഈ കിട്ടിയ വിവരങ്ങൾ, നാം മനസ്സിലാക്കിയ വിവരങ്ങൾ, കേരളത്തിലെ സാഹചര്യങ്ങൾ, രാഷ്ട്രീയ സാഹചര്യങ്ങൾ, സാമൂഹ്യ സാഹചര്യങ്ങൾ എങ്ങനെ പ്രായോഗികമാക്കാം, നമുക്ക് അനുകൂലമായി ആക്കാം ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ. അങ്ങനെ അതിനു വേണ്ടിയുള്ള ഭാവി പരിപാടികളും ഭാവി പ്രവർത്തന ക്രമീകരണങ്ങളും എന്നാണ് അടുത്ത അവസാന സമയം. പിന്നെ കാലിക പ്രാധാന്യമുള്ള നമ്മൾ നേരിടുന്ന ജീവൽ പ്രശ്നങ്ങളായിട്ടുള്ള ചില ഇഷ്യൂകൾ ഉണ്ട്. അതിനെ സംബന്ധിച്ചിട്ടുള്ള നമ്മുടെ പ്രമേയ അവതരണം, ഇത്തരം കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് എണ്ണ ഒരു പ്രശ്നമല്ല. നമ്മൾ എത്ര പേര് കൂടി എന്നുള്ളതല്ല വിഷയം. എന്ത് നമ്മൾ കാണുന്നു, എന്ത് നമ്മൾ കേൾക്കുന്നു, എന്ത് നമ്മൾ ചെയ്യാൻ തീരുമാനിക്കുന്നു, ആ നിലയിൽ ഇത് വലിയ ഗുണകരമായിട്ടുള്ള ഒരു സെഷനായിരിക്കും. ഇതൊരു ചരിത്ര പ്രാധാന്യമുള്ള ഒരു സംഭവമാണ്. കാരണം ഇന്ത്യയിലെ ദളിതാദിവാസി മേഖലയിൽ ഈ രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും കാണുകയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ADF എന്ന പ്രസ്ഥാനമാണെന്നുള്ളത് ഇന്ന് നേരത്തെ ADF വെച്ചിട്ടുള്ള പല ആവശ്യങ്ങളും ഇന്ന് കേരളത്തിലെ എല്ലാ സംഘടനകളും ഏറ്റെടുത്തിട്ടുണ്ട്. നല്ല കാര്യം. അപ്പോൾ ഇതൊരു വിത്തായിരിക്കും. ഈ വിത്ത് മുളക്കട്ടെ. നിങ്ങളെല്ലാവരുടെയും ഹൃദയത്തിൽ ഈ വിത്ത് ഇത് മുളച്ച് അതൊരു പ്രസ്ഥാനമായി മാറട്ടെ. ഒരു പുതിയ ഒരു കാലം നമുക്കുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമങ്ങൾക്ക് വേണ്ടി ഇവിടെ ചർച്ച ചെയ്യുന്ന വിഷയങ്ങൾ നിങ്ങൾ ഉൾക്കൊള്ളണം, സ്വാംശീകരിക്കണം, മുന്നോട്ട് പോകണം എന്ന് പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നിങ്ങളേവരെയും ക്യാമ്പ് മോഡറേറ്റർമാരിൽ ഒരാളെന്ന നിലയിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുകയും അനുമോദിക്കുകയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ നിർത്തുകയാണ്. നന്ദി.
ആദ്യത്തെ സെഷൻ നമുക്ക് ആരംഭിക്കാം. ഇതിൻ്റെ മോഡറേറ്റേഴ്സായിട്ട് അവതരണം ഗീതാനന്ദൻ സാറാണ്. ശ്രീരാമൻ സാറുണ്ട്. അംബുജാക്ഷ സാർ എത്തിയിരിക്കണം. ഇനി ഇതിൻ്റെ മോഡറേറ്റേഴ്സ് ഒന്ന് അംബുജാക്ഷൻ സാറ്, അദ്ദേഹം വന്നിട്ടുണ്ട്. 2 IR സദാനന്ദൻ സാറ് വേദിയിലുണ്ട്. അനിരുദ്ധൻ സാറ് വന്നിട്ടില്ല. അഡ്വക്കേറ്റ് KR ഗംഗാധരൻ സാറ് കയറി വരണം ദയവായി. PG ജനാർദ്ദൻ സാറ് വന്നിട്ടില്ല. എബി നിലമ്പേരൂർ വന്നിട്ടില്ല. വരുമെന്നുള്ള പ്രതീക്ഷയിൽ അവരെ നമുക്ക് വേദിയിലേക്ക് കടന്നിരിക്കണം. ഗീതാനന്ദ സാറ് വിഷയം അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായിരിക്കുകയാണ്. അതിനുവേണ്ടി നമുക്ക് ശ്രദ്ധിക്കാം. പ്രോഗ്രാം ഷെഡ്യൂൾ ടൈപ്പ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് പ്രിൻ്റ് എടുത്ത് മുഴുവൻ ക്യാമ്പ് അംഗങ്ങൾക്കും വിതരണം ചെയ്തിട്ടില്ല എന്നുള്ള ഒരു പോരായ്മയുണ്ട്. ഇവിടെ ക്യാമ്പ് കോർഡിനേറ്റർ സൂചിപ്പിച്ചതുപോലെ ഇവിടെ അവതരിപ്പിക്കുന്ന ഓരോ വിഷയവും ഓരോന്ന് ഇൻ്റർ കണക്റ്റഡ് ആണെന്നുള്ളത് മാത്രമല്ല, നമ്മുടെ ദളിതാദിവാസി മാനിഫെസ്റ്റോ എന്നുള്ള നിലയിൽ നമ്മൾ മുന്നോട്ട് വെച്ച വലിയൊരു പദ്ധതിയുടെ പ്രധാന കാര്യങ്ങൾ പരസ്പരം കണക്റ്റഡായാണ് നമ്മുടെ അജണ്ട നിശ്ചയിച്ചിരിക്കുന്നത്. ഭാവിയിൽ ഒരുപക്ഷെ കേരളത്തിലെ ദളിതാദിവാസി സമൂഹത്തെയും ബഹുജൻ വിഭാഗങ്ങളെയും ആകമാനം എല്ലാ ജനവിഭാഗങ്ങളെയും ബാധിക്കുന്ന പ്രധാന വിഷയങ്ങൾ നമ്മൾ ഇതിനകത്ത് കൂടിയിരിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ ചർച്ചയ്ക്ക് ശേഷം നമുക്കൊരു വ്യക്തമായ ഒരു ഭാവി പ്രവർത്തന പദ്ധതി ഗവൺമെൻറ്റിൻ്റെയും സിവിൽ സൊസൈറ്റിയുടെയും മുന്നിൽ വെച്ച് ആവശ്യമാകുന്ന ക്യാമ്പയിൻ അഡ്വക്കസി തുടങ്ങിയ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു വ്യക്തത കൈവരിക്കാനാണ് നമ്മൾ ക്യാമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ഭാസ്കർ സാർ പറഞ്ഞതുപോലെ ലാൻഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമുക്ക് ഭാവിയിലൊരു തുടർ പദ്ധതി കൂടി ഈ ക്യാമ്പിൽ നിർദ്ദേശിക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പ് നമ്മുടെ ADFൻ്റെ സംസ്ഥാന സമിതി അംഗങ്ങൾക്ക് ലീഡേഴ്സിന് വേണ്ടിയുള്ളൊരു ക്യാമ്പാണ്. അതല്ലാതുള്ള 1-2 വ്യക്തിത്വങ്ങൾ മാത്രമേ ക്ഷണിതാക്കളായി നമ്മുടെ ഇടയിൽ നിന്നുള്ള, നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള വിദഗ്ധർ എന്നുള്ള നിലയിൽ ക്ഷണിക്കപ്പെട്ടിട്ടുള്ളൂ. ബാക്കിയെല്ലാം തന്നെ ADFൻ്റെ നേതൃത്വത്തിലുള്ളവരും അതിൻ്റെ ഉപദേശക സമിതി വൃത്തത്തിലുള്ളവരും പല ഘട്ടങ്ങളിലായി നമ്മൾ ചർച്ച ചെയ്ത് ഇവോൾവ് ചെയ്ത് കൊണ്ടുവരുന്ന വിഷയങ്ങളെ സംബന്ധിച്ചാണ്. അതുകൊണ്ട് ലാൻഡ് എന്നുള്ളത് എടുക്കുമ്പോൾ അത് ഏതാണ്ട് സാധാരണ നമ്മൾ കൃഷി ചെയ്യുന്ന ഭൂമിയുടെ വിഷയം മാത്രമല്ല, അത് വനവുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ മുകളിലുള്ള നമ്മുടെ അവകാശം, ഭൂമിയും സംസ്കാരവും നമ്മുടെ സാമൂഹികമായ അധികാരവുമായി ബന്ധപ്പെട്ട ഗോത്രവർഗ വിഭാഗങ്ങളുടെ സ്വയംഭരണം തുടങ്ങിയവയെല്ലാം വനത്തിൻ്റെ മുകളിൽ നമ്മുടെ അവകാശവുമായി ബന്ധപ്പെട്ട 2006 നിയമം തുടങ്ങിയവയെല്ലാമായി ഇൻ്റർ കണക്റ്റഡായ ഒന്നാണത്, പരസ്പര ബന്ധിതമാണ്. അതുകൊണ്ട് ആദ്യത്തെ പ്രസൻറ്റേഷനിൽ ഭൂപരിഷ്കരണ നിയമത്തെ ഭേദഗതി ചെയ്യാനുള്ള ഗവൺമെൻറ്റിൻ്റെ ഒരു നീക്കത്തെ, അല്ലെങ്കിൽ അത് ഉയർത്തുന്ന വെല്ലുവിളിയിൽ നമ്മളെങ്ങനെയാണ് ഇടപെട്ട് അതിനെ ഗുണകരമാക്കുക എന്നതാണ് നമ്മുടെ ഒരു ആലോചന. വിഭവാധികാരവുമായി ബന്ധപ്പെട്ട ബഡ്ജറ്റിൻ്റെത് നമ്മുടെ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അതിലും ഭൂമി എന്ന വിഷയം അടങ്ങിയിട്ടുണ്ട്. ഉച്ചയ്ക്ക് ശേഷമുള്ള സെഷനിലാണ് വനാവകാശം, സ്വയംഭരണം തുടങ്ങിയവയെല്ലാം തന്നെ പ്രധാനമായിട്ടും ഗോത്രവർഗ മേഖലയിൽ നിന്ന് കഴിഞ്ഞ 2.5-3 ദശകമായി സജീവമായി ഉയർത്തിക്കൊണ്ടുവരുന്നവർ എന്ന നിലയിൽ നമുക്കൊട്ടേറെ അനുഭവ സമ്പത്തുണ്ട്, ധാരണകളുണ്ട്. രാഷ്ട്രീയമായ അഭിപ്രായം രൂപീകരിക്കപ്പെട്ടവർ ADFുമായി സഹകരിക്കുന്നവരാണ്, അല്ലെങ്കിൽ അതിൻ്റെ മുൻനിരയുള്ളവരാണ്. അത് ഈ കാലഘട്ടത്തിൽ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണ്, അതിനെ എങ്ങനെയാണ് നമ്മൾ
മുന്നോട്ട് കൊണ്ടുവന്നത്. അതിൻ്റെ ഭാഗമായി തന്നെയാണ് പട്ടികജാതിയിലും പട്ടികവർഗത്തിലാണെങ്കിലും ഉള്ളവരിൽ അതിപിന്നോക്കർ അല്ലെങ്കിൽ വൾണറബിൾ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി അവരുടെ പ്രത്യേക വിഷയങ്ങൾ സാമ്പത്തികവും സാമൂഹികമായുള്ള ഉന്നമനത്തിൻ്റെ വിഷയവും പ്രതിനിധാനത്തിന് വേണ്ടിയുള്ള എന്ത് സാധ്യതയാണ് നമുക്ക് ഗവൺമെൻറ്, പുതിയ ഗവൺമെൻറ്, പ്രത്യേകിച്ചും ഇപ്പോൾ അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് മുമ്പിൽ വയ്ക്കുക എന്നതാണ് നമ്മുടെ ചർച്ചകൾക്ക് വേണ്ടിയുള്ള മുന്നൊരുക്കം. ഏതാണ്ട് അതിൻ്റെ ഒരു ഭാവി പ്രവർത്തനം എന്നുള്ള നിലയിൽ, പരിപാടി എന്നുള്ള നിലയിൽ ഒരു സൂചന മാത്രം നമ്മുടെ ഇതിൽ പറഞ്ഞിട്ടുണ്ട്. സെപ്റ്റംബർ മാസമെങ്കിലും കാസർഗോഡ് നിന്നും തിരുവനന്തപുരം പോകുന്ന ഒരു അവകാശ യാത്ര ആദിവാസി ദളിത് സംഘടനയെല്ലാം തന്നെ ഇതിലേക്ക് കൂട്ടിയിണക്കാൻ പറ്റുന്ന ഒരു യാത്ര എന്ന ഒരാശയം അതിനകത്ത് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഇതിൻ്റെ ഭാഗമായി പൊതുസമൂഹത്തിൻ്റെ പ്രതിനിധികളെയും അക്കാഡമിക് രംഗത്തുള്ളവരെയും ബുദ്ധിജീവികളെയൊക്കെ പങ്കെടുപ്പിച്ചുകൊണ്ട് നമുക്ക് ഒരു പക്ഷേ ഭൂമിയുമായി ബന്ധപ്പെട്ട ഒരു ലാൻഡ് സമ്മിറ്റ് പോലുള്ള എന്തെങ്കിലും ഒന്ന് ആവശ്യമായി വന്നേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത്രത്തോളം ഗൗരവമുള്ളതാണ്. നമ്മൾ ഉന്നയിക്കുന്ന വിഷയം ഒരു ചെറു ഗ്രൂപ്പിൻ്റെ ഉള്ളിൽ നിന്നാണെങ്കിലും അതിന് സാമൂഹികമായ അംഗീകാരം നേടിയെടുക്കാനുള്ള ഒരു ലാൻഡ് സമ്മിറ്റ് എന്ന് പറയുന്ന വലിയൊരു പരിപാടി നമുക്ക് ചെയ്യേണ്ടതുണ്ട്. വിഭവാധികാരവുമായി ബന്ധപ്പെട്ട SC/ST ഫണ്ട് ആക്റ്റുമായി ബന്ധപ്പെട്ട 2 ഘട്ടത്തിലുള്ള ആലോചന നമ്മൾ നടത്തിയിരുന്നു. ഒരു SC/ST ഫണ്ട് ആക്ട് അതിനു വേണ്ടിയുള്ളൊരു സമ്മിറ്റ് എന്നുള്ള നിലയിൽ തന്നെ, ഉച്ചകോടി എന്നുള്ള നിലയിൽ. അതോടൊപ്പം ഈ നോൺ പ്ലാൻ മേഖലയിലുള്ള നമ്മുടെ അവകാശത്തിൻ്റെ പ്രശ്നം, അത് പലപ്പോഴും നമ്മുടെ ചിന്ത അധികം എത്താത്തതാണ്. എയ്ഡഡ് സെക്ടർ നിയമനം പോലുള്ള കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പറയാറുണ്ട് എങ്കിലും അതിനേക്കാൾ വ്യാപ്തിയുള്ള ഒന്നതാണ് ബഡ്ജറ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മുന്നോട്ട് വെച്ചിരിക്കുന്ന നോൺ പ്ലാൻ മേഖലയിലുള്ള നമ്മുടെ പ്രാതിനിധ്യക്കുറവ്. അതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. ഇതിൽ ഓരോ അജണ്ടകളിലും അതിൻ്റെ സൂക്ഷ്മവശങ്ങളിലൂടെ അവതരിപ്പിക്കുന്നതായിരിക്കും. എൻ്റെ ദൗത്യം അതിൻ്റെ ആദ്യത്തെ സെഷനിലുള്ള ഒരു ഭാഗം ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട പുതിയ ഭേദഗതിക്കുള്ളൊരു സാധ്യത നമ്മൾ മുന്നിൽ കാണുന്നു. അത് രണ്ടാം ഭൂപരിഷ്കരണം എന്നുള്ള ഒരു തെറ്റായ കോയജനേജ് ബഡ്ജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞിട്ടുണ്ട് എങ്കിലും എന്താണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് നമുക്ക് പൂർണ്ണമായിട്ടും വ്യക്തമല്ല ഇപ്പോഴും. ഏതാണ്ട് 1 മാസക്കാലം മുമ്പ് അതിനോട് പ്രതികരിച്ച് നമ്മളൊരു കത്ത് കൊടുക്കാനായി 2-3 തവണ ശ്രമം നടത്തി മുഖ്യമന്ത്രിയെ കാണാൻ ശ്രമിച്ചെങ്കിലും അത് നമുക്ക് ചെയ്യാൻ പറ്റിയിരുന്നില്ല. എന്തായാലും അല്പം സമയമെടുത്ത് ചെയ്യാമെന്നുള്ള നിലയിൽ പിന്നീട് നമ്മൾ ധവളപത്രത്തിൻ്റെ ചർച്ചയ്ക്ക് ശേഷം തീരുമാനിച്ചിരുന്നു. അതിൽ പ്രധാനമായും ഭൂപരിഷ്കരണ നിയമങ്ങൾ, ഭൂപരിഷ്കരണവും അല്ലെങ്കിൽ ഭൂമിയുമായി ബന്ധപ്പെട്ട എല്ലാ നിയമങ്ങളും ഒരു പുനരാലോചനയ്ക്ക് വേണ്ടി ഒരു കമ്മീഷനെ നിയോഗിക്കുമെന്നാണ് ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ രണ്ടാം ഭൂപരിഷ്കരണത്തിൻ്റെ അവരുടെ താല്പര്യത്തിൻ്റെ പ്രധാന വശമായി പറഞ്ഞിരിക്കുന്നത് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുക എന്നുള്ളതാണ്. അതാണ് ബഡ്ജറ്റ് പ്രസംഗത്തിലുള്ള ഒരു ഊന്നലായി പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മൾ അറിഞ്ഞെടുത്തോളം ബഡ്ജറ്റ് പ്രസംഗത്തിൽ അങ്ങനെ ഒരു സൂചന ഇല്ല എങ്കിലും പല ഘട്ടങ്ങളിലായി ഗവൺമെൻറ് അൺഒഫീഷ്യലായി നടത്തിക്കൊണ്ടിരിക്കുന്ന നിയമനിർമ്മാണങ്ങളെന്ന് വേണേൽ പറയാം. അത് നിയമസഭ നിയമങ്ങൾ പാസ്സാക്കുക തന്നെ സർക്കാർ ഉത്തരവിലൂടെ പല കാലഘട്ടങ്ങളിലായി ഭൂപരിഷ്കരണ നിയമം ഡയല്യൂട്ട് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തോട്ടം മേഖലയിലുള്ള വിളകൾക്ക് പലതരത്തിലുള്ള ഇളവുകൾ കൊടുക്കുക എന്നുള്ളതാണ്. അവിടെയാണ് ഇതിൻ്റെ ഈ രണ്ടാം ഭൂപരിഷ്കരണത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപകടത്തെ നമ്മൾ കാണുന്നത്. നമ്മൾ അറിഞ്ഞെടുത്തോളം നിലവിൽ തോട്ടം ഭൂമി ഭൂപരിധിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. തോട്ടം ഭൂമി എന്നൊരു പദപ്രയോഗം നിയമത്തിലില്ല. എക്സംഷൻസ് അല്ലെങ്കിൽ ഭൂപരിഷ്കരണത്തിൻ്റെ നിർണിത പരിധി, ആ പരിധിയിൽ ഇളവുകളുള്ള ചില ഒട്ടേറെ മേഖലകൾ പറഞ്ഞിട്ടുണ്ട് ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ 63 മാതൃനിയമത്തിൽ. അത് പിന്നീട് പല ഘട്ടങ്ങളിലായി പരിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിലും അതിനുള്ള എക്സംഷൻസ് പറയുന്നിടത്ത് വിളകളുടെ കാര്യമാണ് പ്രധാനമായിട്ടും പറയുന്നത്.
തോട്ടവിളകളായുള്ള കാപ്പി, തേയില അല്ലെങ്കിൽ റബ്ബർ, കുരുമുളക് തുടങ്ങിയ വിളകൾക്ക് പരിധിയില്ലാത്ത വിധം കൈവശം വെക്കാമെന്നുള്ള നിലയിൽ എക്സംഷൻസ് പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും കേരളത്തിലത് വിശദീകരിക്കപ്പെട്ട് വന്നിരിക്കുന്നത് ഇതൊരു ദേശീയ താല്പര്യത്തിൻ്റെ ഭാഗമായിട്ട്, ഇതൊരു കള്ളത്തരമാണ്. നെഹ്റുവിയൻ ഗവൺമെൻറ് പോളിസിയുടെ ഭാഗമായി തോട്ടങ്ങൾ ദേശസാൽക്കരിക്കപ്പെട്ടുകൂടാ എന്ന ഒരു നെഹ്റുവിയൻ താല്പര്യത്തിൻ്റെ പേരിൽ കേന്ദ്ര സർക്കാരിനെ പിണക്കാതിരിക്കാനാണ് EMS ഗവൺമെൻറ് അന്ന് ചെയ്തത് എന്ന ഒരു വ്യാപകമായ പ്രചരണം അന്നു മുതൽ തന്നെയുണ്ട്. എന്നാൽ സത്യം അതല്ല. തോട്ടം ഭൂമിക്ക് അങ്ങനെ ഒരു ഇളവില്ല. ഭൂമിക്കുള്ള പരിധി നിർണയനം എല്ലാ പൗരന്മാർക്കും ഒരുപോലെ എന്നുള്ള നിലയിൽ തന്നെയാണ് ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പരമാവധി ഒരു വ്യക്തിക്ക് കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമി ഭൂപരിഷ്കരണ നിയമം പ്രാബല്യത്തിൽ വന്നതിന് ശേഷം 5 ഏക്കറാണ് നിർണയിക്കപ്പെട്ടത്. ഇത് വ്യക്തിക്ക്, വിവാഹിതനല്ലാത്ത കുടുംബമില്ലാത്ത ഒരു വ്യക്തിയാണ് എങ്കിൽ 5 അംഗങ്ങൾ വരെയുള്ള കുടുംബങ്ങൾക്ക് പരമാവധി വെക്കാവുന്ന എക്സ്റ്റൻറ്റ് 12 ഏക്കറും 5-ൽ കൂടുതൽ ഉണ്ടെങ്കിൽ 15 ഏക്കറുമാണ് പരിധി പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയുന്നതിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാമെന്ന് എനിക്ക് തോന്നുന്നു. അത്ര സൂക്ഷ്മമായി ഞാൻ ആക്ട് കയ്യിലുണ്ടെങ്കിലും അത് നോക്കി കുറിപ്പുകൾ തയ്യാറാക്കിയിട്ടില്ല. എന്തായാലും ഭൂപരിധി എന്ന് പറയുന്നത് ഭൂപരിഷ്കരണ നിയമത്തെ സംബന്ധിച്ചിടത്തോളം എല്ലാ വ്യക്തികൾക്കും ഒരേപോലെ ബാധകമാണ്. ഇൻസ്റ്റിറ്റ്യൂഷന് വ്യത്യാസമുണ്ട്. മതസ്ഥാപനങ്ങൾക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്, ട്രസ്റ്റുകൾക്ക് ഇളവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ മൗലികമായും ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം ഇളവുകൾ നൽകുന്നത് വിളകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ഉള്ളൂ. അതാണ് നിയമം പറയുന്നത്. അപ്പോൾ ഈ വിളകളുടെ കാര്യത്തിലുള്ള ഇളവ് എന്ന് പറയുമ്പോൾ അതൊരു ദേശീയ താല്പര്യത്തിൻ്റെ പേരിൽ നെഹ്റുവിയൻ കൺസെപ്റ്റും കൊണ്ടതിൻ്റെ ഭാഗമൊന്നും അല്ല. ഭൂപരിഷ്കരണ നിയമം വളരെ കൃത്യമാണ്. വ്യക്തികൾക്ക്, കുടുംബങ്ങൾക്ക് കൈവശം വെക്കാൻ പറ്റുന്ന ഭൂമിയുടെ പരിധി അന്നത്തെ കാലത്ത് 60കളിലാണെന്ന് മനസ്സിലാക്കണം. ഭൂമിയുടെ മുകളിൽ വൻതോതിലുള്ള സമ്മർദ്ദം വന്നിരിക്കുന്ന ഈ 50-60 വർഷം കഴിഞ്ഞ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ഈ എക്സ്റ്റൻറ്റിനെ സംബന്ധിച്ച് പോലും കുറവ് വരുത്തണം എന്നുള്ളതാണ് പൊതുവിലുള്ള ധാരണ. അതിൽ കൂടുതൽ കൈവശം വെക്കുന്നുണ്ട്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായ സോണിയാഗാന്ധിയൊക്കെ തന്നെ അധ്യക്ഷയായിരുന്ന അവർ തയ്യാറാക്കിയിരിക്കുന്ന ഭൂപരിഷ്കരണ സമീപനത്തിൽ ഇതിനേക്കാൾ കുറവാണ് വ്യക്തിഗത എക്സ്റ്റൻറ്റ്. പക്ഷേ ഈ എക്സ്റ്റൻറ്റിനെ പൂർണ്ണമായും മറച്ചു വെച്ചുകൊണ്ട്, അതായത് ഭൂമിക്കുള്ള ഇളവുകൾ നൽകുന്നത് വിളകളുടെ നിർണയനമാണ് എന്ന് പറയുന്ന വളരെ മൗലിക പ്രാധാന്യമുള്ള വിഷയത്തെ ഡൈല്യൂട്ട് ചെയ്യുന്ന തരത്തിലാണ് കേരളത്തിൽ കഴിഞ്ഞ ഒരു 20 വർഷമായുള്ളൊരു ട്രെൻഡാണത്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നത് ആൻ്റണി ഗവൺമെൻറ് 2021 കാലഘട്ടത്തിലാണ് ഇളവുകൾ ആരംഭിക്കുന്നത്. ആദ്യം അത് കശുമാവിൽ തുടങ്ങി, പിന്നീട് റബ്ബറിലേക്ക് വന്നു. കാപ്പി, കുരുമുളക് നേരത്തെ ഉണ്ട്. വിളകളുടെ എണ്ണം കൂട്ടിക്കൊണ്ടിരുന്നു. ഏറ്റവും അവസാനം പഴവർഗ്ഗങ്ങൾ എന്ന് പറയുന്ന ഒരു പദപ്രയോഗം കൊണ്ടുവരുന്നതോടുകൂടി തന്നെ യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണ നിയമത്തിൻ്റെ ദുർബലപ്പെട്ട് കഴിഞ്ഞു. പഴവർഗ്ഗങ്ങൾ എന്തും ആകാമല്ലോ. അത് ചക്കയാകാം, മാങ്ങയാകാം, പലതരം പഴവർഗ്ഗങ്ങൾ എന്തൊക്കെയാണോ എന്ന് പറയുന്നത് നിർവചിക്കാത്ത തരത്തിൽ ഇളവുകൾ നൽകുന്നത് വഴി ഈ തോട്ടം ഭൂമിയിൽ മാവ് ചെയ്യുന്നുണ്ടെങ്കിൽ തമിഴ്നാട്ടിലങ്ങനെയുണ്ട്. അത്തരത്തിലുള്ള വിളകളെല്ലാം തന്നെ തോട്ടത്തിൻ്റെ പരിധിയിൽ നിന്ന് മാറ്റുന്നതോടുകൂടി വീണ്ടും പഴയ ജന്മിത്ത ഘടനയും ഇതും തമ്മിൽ എന്താണ് അന്തരം എന്നത് നിർണ്ണയിക്കാൻ പറ്റാത്ത തരത്തിലാക്കി. ഏറ്റവും അവസാനം 10% വരെ വരുന്ന ഭൂമിയിൽ ടൂറിസം ആകാം എന്ന നിലയിൽ ഒന്നാം LDFൻ്റെ ഗവൺമെൻറ് കാലത്ത് കൊണ്ടുവന്നു. എനിക്ക് തോന്നുന്നു
അതിനു മുമ്പ് തന്നെ UDFൻ്റെ കാലത്ത് തന്നെ അത് പരിഗണിക്കപ്പെട്ടു എന്നാണ് തോന്നുന്നത്. അത് 5% എന്ന് തോന്നുന്നു. അത് പിന്നെ 10%. നിലവിൽ ഈ 10%-ൻ്റെ മറവിൽ വയനാട്ടിലൊക്കെയുള്ള ബോച്ചയെ പോലുള്ള ഈ സ്വർണ്ണ വ്യാപാരികളെല്ലാം തന്നെ യഥാർത്ഥത്തിൽ മുഴുവൻ ഭൂമിയിലും ടൂറിസം നടത്തുന്നതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വന്നിട്ട് ലേറ്റസ്റ്റ് ആലോചന എന്ന് നമുക്ക് മനസ്സിലാവുന്നത് 50% വരെയുള്ള തോട്ടം ഭൂമിയിൽ ഈ ഇളവ് കൊടുക്കണമെന്നാണ് തോട്ടമുടമകൾ ആവശ്യപ്പെട്ടതെന്നാണ്. അതെവിടെയും അവരുടെ പ്രസ്താവനകളായിട്ടോ ഒന്നും തന്നെ പുറത്തു വന്നില്ലെങ്കിലും ഈ അധികാരത്തിൽ വന്ന UDF ഗവൺമെൻറ് മുമ്പിലുള്ള ഒരാലോചനയും അവർ തത്വത്തിൽ ഏതാണ്ട് അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നൊരു കാര്യം, ഒരു തോട്ടമുടമ കൈവശം വെക്കുന്ന ഭൂമി 1000 ഏക്കറാണെന്നിരിക്കട്ടെ, അതിൻ്റെ 500 ഏക്കറും ബഹുവിളകൾ ചെയ്യാനുള്ള അധികാരം കൊടുക്കണമെന്നാണ്. അപ്പോൾ ബഹുവിളകൾ കൊടുക്കാനുള്ള അധികാരം എന്ന് പറയുമ്പോൾ ഭൂപരിധി എടുത്തു കളഞ്ഞുകൊണ്ട് സാധാരണ കർഷകൻ ഭൂമി കൈവശം വെക്കാൻ കഴിയുന്ന അവൻ എന്തെല്ലാം കാര്യങ്ങൾ അതിൽ ചെയ്യാമോ ആ എല്ലാ അധികാരാവകാശങ്ങളുള്ള ഒന്നായി വൻകിട ഭൂവുടമകളെ അല്ലെങ്കിൽ തോട്ടമുടമകളെ അധികാരാവകാശങ്ങൾ നൽകുന്നു എന്ന് പറഞ്ഞാൽ പഴയകാല ജന്മിത്ത വ്യവസ്ഥ പുനഃസ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. ഇതാണ് ഞാൻ അവതരിപ്പിക്കുന്ന പ്രധാനപ്പെട്ട നമ്മളെ അടിയന്തര പരിഗണനയിൽ വരേണ്ട ഒരു വിഷയം. തോട്ടം ഭൂമിയുമായി ബന്ധപ്പെട്ട വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ വേറെയുണ്ട്. അത് ശ്രീറാം മാഷതിൻ്റെ വിശദാംശങ്ങൾ പറയും. നമ്മുടെ ഒരു ഓൺലൈൻ ഒരു വെബിനാറിൽ സുനിൽ അക്കാര്യം വിശദമായി പറഞ്ഞത് കേട്ടിരിക്കാനിടയുണ്ട്. ആ വിഷയം ഇങ്ങനെയാണ്: കേരളത്തിലെ തോട്ടം ഭൂമിയുടെ ഉടമസ്ഥത ആർക്ക്? എത്ര ഭൂവുടമകൾ, എത്ര തോട്ട ഉടമകൾ ലെജിറ്റിമേറ്റായി നിയമാനുസൃതം ഭൂമി കൈവശം വെക്കുന്നവരാണ്? അങ്ങനെ ആലോചിച്ച് വരുമ്പോൾ കൃത്യമായ കണക്കുകൾ നമ്മുടെ കയ്യിലില്ല. എന്തായാലും അതിൽ നമുക്ക് ആശ്രയിക്കാൻ കഴിയുന്നത് ഡോക്ടർ രാജമാണിക്യം കമ്മീഷൻ്റെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് ഏതാണ്ട് 10 വർഷം മുമ്പ് തന്നെ പബ്ലിക് ഡോക്യുമെൻ്റായി. ആ ഡോക്യുമെൻറ്റിൻ്റെ പരിശോധനയിൽ വ്യക്തമാകുന്നത് 5 ലക്ഷം ഏക്കറിലധികം ഭൂമി വ്യാജരേഖകളിലൂടെ 70-71 കാലഘട്ടത്തിൽ പല വ്യക്തികൾ, ഗ്രൂപ്പുകൾ, സ്ഥാപനങ്ങൾ, കോർപ്പറേറ്റുകൾ കൈയടക്കിയതാണ് എന്നാണ്. ആർക്കും രേഖയില്ല. ഈ വസ്തുത പുറത്തു വന്നത് ഒരു ആനുഷംഗികമായ അല്ലെങ്കിൽ യാദൃശ്ചികമായാണ്. നമ്മുടെ കുമളി റൂട്ടിലുള്ള TNRT എസ്റ്റേറ്റ് എന്ന് പറയുന്ന 6000 ഏക്കർ വരുന്നൊരു എസ്റ്റേറ്റുണ്ട്. ആ എസ്റ്റേറ്റിൻ്റെ നടുവിലൂടെയായിരുന്നു തോട്ടം തൊഴിലാളികളുടെ ഒരു ദളിത് കോളനിയിലേക്ക് സഞ്ചരിക്കാനുള്ള വഴി. അവരുടെ വഴി ഒരു സുപ്രഭാതത്തിൽ TNRTക്കാരെ അടച്ചു. അവർ പലതരത്തിലുള്ള നിയമയുദ്ധങ്ങൾ നടത്തി അവസാനം സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ്റെ മുമ്പാകെ അവരുടെ പരാതി എത്തി. അന്ന് ശ്രീജിത്ത് IPS ആയിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ്റെ പോലീസ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം ഒരു ഹിയറിംഗ് വിളിച്ചു രണ്ടുപേരെയും. ഉടമകളോട് അവരുടെ രേഖകൾ ഹാജരാക്കാൻ പറഞ്ഞു ഉടമസ്ഥതയെ സംബന്ധിച്ച്. ആദ്യമായി ഈ വിഷയം ഓപ്പൺ അപ്പ് ചെയ്യപ്പെടുന്നത് ശ്രീജിത്ത് IPSൻ്റെ ഈ ഇടപെടലോടുകൂടി ആണ്. ഉടമകൾക്ക് ഹാജരാക്കാൻ രേഖകളൊന്നും ഉണ്ടായിരുന്നില്ല. ഹാജരാക്കിയ രേഖകൾ മുഴുവൻ തന്നെ സംശയാസ്പദം. ഒറിജിനൽ ഡോക്യുമെൻ്റ് മീൻസ് അതിൻ്റെ മുന്നാധാരങ്ങളില്ല, ആരിൽ നിന്ന് കൈമാറ്റം ചെയ്തതാണെന്നില്ല. പ്രഥമ ദൃഷ്ട്യാ തന്നെ അവർ കൈവശം വെക്കുന്ന എല്ലാ രേഖകളും ബോഗസ് ആണെന്ന് മനസ്സിലാക്കിയതോടുകൂടി അദ്ദേഹം അക്കാര്യത്തിൽ FIR ഇടാൻ പറഞ്ഞു. പിന്നീട് അന്വേഷിച്ച് വന്നപ്പോൾ സമീപത്തുള്ള ഒട്ടുമിക്ക എസ്റ്റേറ്റുകളും ഏതാണ്ട് 49ഓളം FIRകൾ മനുഷ്യാവകാശ കമ്മീഷന് വേണ്ടി ശ്രീജിത്ത് IPS അന്നിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. അതൊരു തുടക്കം മാത്രമായിരുന്നു. പിന്നീട് ഹാരിസൺ എസ്റ്റേറ്റിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട തർക്കത്തിൽ നിന്ന് ഉടലെടുത്ത വ്യവഹാരങ്ങൾ, അതിലൊട്ടേറെ അതിൻ്റെ നാൾ വഴിയുണ്ട്. ഒരുപക്ഷെ ശ്രീറാം മാഷ് അത് വിശദീകരിച്ചേക്കാം. അതിൻ്റെ നാൾ വഴിയേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട്
നിലവിൽ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഉടൻ തന്നെ പാസ്സാക്കുന്ന ഒരു നിയമമാണ് ഇന്ത്യ ഇൻഡിപെൻഡൻസ് ആക്ട്. ആ ആക്ട് നിലവിൽ വന്നു കഴിഞ്ഞ ഉടൻ തന്നെ വിദേശികൾ കൈവശം വെക്കുന്ന എസ്റ്റേറ്റുകളും അല്ലെങ്കിൽ ഇത്തരം ഭൂസ്വത്തും സർക്കാരിൽ നിക്ഷിപ്തമാകണം. അങ്ങനെ നിക്ഷിപ്തമാകുന്ന കസ്റ്റോഡിയൻ പിന്നീട് സ്റ്റേറ്റാണ് അത് മിച്ചഭൂമിയായിട്ടോ ഭൂരഹിതർക്ക് പതിച്ചു കൊടുക്കേണ്ടതായിട്ടുള്ള ഭൂമിയായി അല്ലെങ്കിൽ പൊതുഭൂമിയായോ ഗവൺമെൻറ് അത് ട്രാൻസാക്ട് ചെയ്യാം. അങ്ങനെ ചെയ്യപ്പെടേണ്ട ഭൂമിയാണ് ഈ പറയുന്ന തെക്കൻ മധ്യ തിരുവിതാംകൂറിൽ മാത്രം ഏതാണ്ട് 5 ലക്ഷത്തിലേക്കറിലധികം ഭൂമിയുണ്ട് എന്നും വിവിധ തോട്ടമുടമകൾ കൈവശം വെച്ചിരിക്കുന്ന എസ്റ്റേറ്റുകളെല്ലാം തന്നെ വ്യാജരേഖകൾ, വ്യാജ ആധാരങ്ങൾ, വ്യാജ സ്റ്റാമ്പുകൾ, മുദ്രപത്രങ്ങളെല്ലാം തന്നെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്തതാണ് എന്നും ആർട്സിനെ പോലുള്ള മാധ്യമപ്രവർത്തകരുടെ പിൽക്കാലത്തുള്ള ഇൻവെസ്റ്റിഗേഷൻ വഴി ഏതാണ്ട് ബോധ്യപ്പെട്ടത്. ഇത് കൃത്യമായും സി അച്യുതമേനോൻ സർക്കാരിൻ്റെ CPIയുടെ നേതാവായ അദ്ദേഹത്തിൻ്റെ ഭരണകാലത്താണ് ഈ വ്യാജ ഡോക്യുമെൻറ്റുകളെല്ലാം തന്നെ ഉണ്ടാക്കിയതെന്നാണ്. ഈ കാലഘട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. 63-ലാണ് ഭൂപരിഷ്കരണ നിയമം നിലവിൽ വന്നത് എങ്കിലും അത് പല ഘട്ടങ്ങളിലായി അതിൻ്റെ നടത്തിപ്പും വ്യവഹാരങ്ങളും മുന്നോട്ട് പോകുന്നതിൽ ഏറ്റവും നിർണായകമായ വർഷമായിരുന്നു 70-71 കാലം എന്ന് ഓർമ്മ വേണം. ഈ കാലഘട്ടത്തിൽ പാവപ്പെട്ട കർഷക തൊഴിലാളികളെല്ലാം തന്നെ കൊടി പിടിപ്പിച്ച് നിങ്ങൾക്ക് വെയിലും വയലെല്ലാം നിങ്ങളുടേതാകും പൈങ്കിളി എന്നുള്ള വലിയൊരു പൊളിറ്റിക്കൽ പ്രൊപ്പഗൻഡ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വിദേശികളും അല്ലെങ്കിൽ വിദേശ സാമ്രാജ്യത്വ ശക്തികളും സായിപ്പന്മാരും കൈവശം വെച്ചിരുന്ന എസ്റ്റേറ്റുകൾ സർക്കാരിൽ നിക്ഷിപ്തമാക്കേണ്ടിയിരുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ അറിവോടുകൂടിയാണ് ഈ വ്യാജ ക്രയവിക്രയങ്ങൾ നടന്നത് എന്നതാണ്. അപ്പം ഞാൻ ആദ്യം പറഞ്ഞ ഭൂപരിധി ഇത് ഫലത്തിൽ വിനിയോഗിക്കാൻ പോകുന്നത് ഈ വ്യാജരേഖക്കാരാണെന്ന് മാത്രമല്ല ആ എസ്റ്റേറ്റുകൾ മുഴുവൻ തന്നെ ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമാകേണ്ടത്, പിടിച്ചെടുക്കേണ്ടതാണ്. അടുത്ത കാലത്ത് എന്തോ രാജമാണിക്യൻ റിപ്പോർട്ട് അദ്ദേഹത്തിൻ്റെ പദവിയിൽ നിന്ന് പുറത്തു പോകുന്നതിന് മുമ്പ് ഹാരിസിൻ്റെ ഏതോ 65 ഏക്കറോളം വരുന്നത് ഏറ്റെടുത്തുകൊണ്ടൊരു ഉത്തരവിറക്കിയെന്ന് കണ്ടു വാർത്ത. പക്ഷേ ഈ വിഷയം, ഈ റിപ്പോർട്ടിനെ അട്ടിമറിക്കുന്നതിൻ്റെ വലിയൊരു ഗവേഷണമാണ് പിണറായി സർക്കാർ ചെയ്തിരുന്നത് എന്നുള്ളതാണ് വസ്തുത. അദ്ദേഹത്തിൻ്റെ മുന്നിൽ സജീവമായി വന്നിരുന്ന ഒരു വിഷയം തോട്ടം ഭൂമിയുടെ ക്രയവിക്രയത്തെ സംബന്ധിച്ചുള്ള നിബന്ധനകൾ എടുത്തു കളയാന്നുള്ളതാണ്. ഒരു ലോബി തന്നെ അദ്ദേഹത്തിൻ്റെ പിൻബലത്തിൽ പ്രവർത്തിച്ചു വന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. ഇക്കാര്യത്തിൽ അതായത് ഭൂപരിധി എടുത്തു കളയാന്നുള്ളത് മാത്രമല്ല വിഷയം, ഭൂമി വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി പിടിച്ചെടുത്തു കൊടുക്കാനുള്ള ഒരു അധികാരാവകാശം ഗവൺമെൻറ്റിന് വേണമെന്നുള്ളത്. അതാണ് ചെറുവള്ളി എസ്റ്റേറ്റ് വിമാനത്താവളത്തിന് വേണ്ടി വിനിയോഗിക്കുന്നത്. രണ്ടാമത് ഭൂമി മുറിച്ച് വിൽക്കാനുള്ള, തോട്ടം ഭൂമി വ്യാജമായിട്ടുള്ള രേഖകൾ തന്നെയാണത്. അത്തരം വൻ ആധാരങ്ങൾ കഴിഞ്ഞ 20 വർഷം കൊണ്ട് പരീക്ഷിച്ച പ്രധാനപ്പെട്ട ആളുകൾ CPMൻ്റെ ഉള്ളിലാണെന്നുള്ളത് മാത്രമല്ല പിണറായി സർക്കാരിന് വ്യക്തിപരമായും അദ്ദേഹത്തിന് നല്ല അടുപ്പമുള്ളവരാണ്. അതിലേറ്റവും പ്രമാദമായൊരു കേസ് ഏതാണ്ട് 20-25 വർഷം മുമ്പ് കോഴിക്കോട് നടന്ന കിനാലൂർ എസ്റ്റേറ്റിൻ്റെ ഒരു വിവാദമാണ്. പലരും ഓർമ്മയെന്നത് പോയി. ഈ കിനാലൂർ എസ്റ്റേറ്റിൻ്റെ ഒരു വിഷയം, എസ്റ്റേറ്റ് അടച്ചുപൂട്ടപ്പെട്ടു, തൊഴിലാളി സമരം ലോക്കൗട്ട് പ്രഖ്യാപിച്ചു. ആ ലോക്കൗട്ട് അവസാനിപ്പിക്കുന്നത് ഒരു ആകർഷകമായൊരു മുദ്രാവാക്യം വെച്ചിട്ടാണ്. തൊഴിലാളികൾക്ക് എല്ലാവർക്കും 1 ഏക്കർ ഭൂമി കൊടുക്കാം. തൊഴിലാളിക്ക് 1 ഏക്കർ ഭൂമി കൊടുത്താലും സ്ഥിരം തൊഴിലാളികൾ വളരെ കുറച്ചേ ഉള്ളൂ, ബാക്കി ഭൂമി ഉടമയുടെ കയ്യിൽ വരുമല്ലോ. ആ എസ്റ്റേറ്റ് അങ്ങനെ തുണ്ടമാക്കി വലിയ ബിസിനസ്സുകാർ, അത് പിൽക്കാലത്ത് ഏറ്റവും വലിയ വിവാദ പുരുഷനായ ഫാരിസ് അബൂബക്കർ എന്ന് പറയുന്ന ഒരു കക്ഷിയായിരുന്നു അതിൻ്റെ ഇടനിലക്കാരനെന്ന് പറയുന്നു. അദ്ദേഹം പിണറായിയുടെ മരുമകൻ്റെ അമ്മാവനാണെന്ന് പറയപ്പെടുന്നു. എന്തായാലും കിനാലൂർ എസ്റ്റേറ്റ് അന്നത്തെ പിൽക്കാലത്ത് CPMൻ്റെ വ്യവസായ വകുപ്പ് മന്ത്രിയുടെ മധ്യസ്ഥതയിൽ നടന്ന വലിയൊരു എസ്റ്റേറ്റ് വിഭജനമാണ്. അവിടെ ഇന്ന് വലിയ ഒരുപാട് വ്യവസായ കോംപ്ലക്സുകൾക്ക് വേണ്ടി എത്തിയിട്ടുണ്ട്. വലിയ ഭൂവുടമകൾ സ്പോർട്സുകാർ സ്കൂളിന് വരെ അവിടെ സ്ഥലം കൊടുത്തിരിക്കുന്നത് സൗജന്യമായിട്ടൊക്കെയാണ് കൊടുക്കുന്നത്, കിനാലൂർ എസ്റ്റേറ്റ് എന്നാണ്. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള എസ്റ്റേറ്റുകൾ മുറിച്ച് വിൽക്കുന്ന വലിയൊരു ഗവേഷണം നടത്തിയ എക്സ്പീരിയൻസ് ഉള്ളവരാണ് പിണറായി സർക്കാരും അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന എളമരം കരീമും അദ്ദേഹത്തിൻ്റെ മരുമകൻ്റെ
ബന്ധുക്കളും ഒക്കെ അടങ്ങുന്ന ഒരു നിഗൂഢ സംഘമാണ് ഈ പ്രവർത്തന പദ്ധതി തുടങ്ങിയത്. അതിൻ്റെ ഒരു തുടർച്ചയാണ് പിന്നീട് ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ വിഭജനത്തിലും നമ്മൾ കാണുന്നത്. അപ്പം 2 കാരണങ്ങൾ കൊണ്ട്, ഒന്ന് ഇടനാടൻ മേഖലയിൽ നമ്മുടെ പോലുള്ള അല്ലെങ്കിൽ പശ്ചിമഘട്ടത്തിൻ്റെ താഴ്വാര മേഖലയിൽ ഭൂമിയുടെ മുകളിലുള്ള സമ്മർദ്ദം പരമാവധി ആയതിൻ്റെ ഒരു ഫലമാണ് തരം മാറ്റലും തണ്ണീർത്തട നിയമവും ഡയല്യൂട്ട് ചെയ്യാനുള്ള വലിയൊരു ശ്രമം നടത്തി. ഞാൻ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. പൊതുഭൂമിയെ കമ്പോളവൽക്കരിച്ച് കുത്തക മുതലാളികൾക്കും അല്ലാത്തവർക്കും റിയൽ എസ്റ്റേറ്റുകാർക്കും ഭൂമിയെ സ്വാഭീഷ്ടം ലഭ്യമാക്കാൻ കഴിയുന്ന ഒരേയൊരു മേഖല കേരളത്തിൽ പശ്ചിമഘട്ടവുമായി ബന്ധപ്പെട്ട മേഖലയിലാണ്. അവിടെ 2 തരം ഭൂമിയാണുള്ളത്. ഒന്ന് തോട്ടം ഭൂമി, രണ്ടാമത് ക്രയവിക്രയം പാടില്ലാത്ത വനഭൂമി. ആ മേഖലയിൽ പരമാവധി വനനിയമങ്ങളെ ദുർബലപ്പെടുത്താനുള്ളൊരു നീക്കം, അതിനുപരിയായി വനാവകാശ നിയമം ദുർബലപ്പെടുത്താനുള്ള നീക്കം, ഞാനതിന് വിശദാംശത്തിലേക്ക് പോകുന്നില്ല. അതിനേക്കാൾ ഉപരി വലിയ തോതിലുള്ള കോറി മാഫിയകൾക്ക് വേണ്ടി, ഇപ്പോൾ എന്താണ് പറയേണ്ടത്, ഈ വലിയ പോർട്ടുകൾക്ക് വേണ്ടി ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിരുന്ന കരിങ്കൽ ഖനനത്തിന് വേണ്ടി കിട്ടണമെങ്കിൽ ഈ ഭൂമിയെ സ്വതന്ത്ര കമ്പോളത്തിലേക്ക് ലഭ്യമാക്കണമെന്നുള്ള ഒരു സാമ്പത്തിക രാഷ്ട്രീയ ആവശ്യമായിരിക്കാം ഈ മാറ്റങ്ങൾക്ക് വലിയൊരു കാരണമാകുന്നത്. അതുകൊണ്ട് വ്യാവസായിക ആവശ്യങ്ങൾക്ക് ഭൂമി ഏറ്റെടുക്കുക എന്ന് പറയുന്നതിന് ഗവൺമെൻറ്റിനിപ്പോൾ ഏറ്റെടുക്കൽ നിയമമുണ്ട്, ഒരു തടസ്സവുമില്ല. ഈ പറയുന്ന എത്രയോ അധികം സെസ്സുകൾ കേരളത്തിലുണ്ട്. സ്വതന്ത്രമായ ഭൂമേഖലകൾ വ്യവസായികൾക്ക് വേണ്ടി പാർക്കുകളായി ഉണ്ടാക്കിയെടുത്ത് കൊടുത്തിട്ടുണ്ട് ഗവൺമെൻറ്. ചെറിയൊരു സംഘർഷമുണ്ട്, മുലമ്പള്ളി പോലെടുത്തൊക്കെ സംഘർഷമുണ്ടായിട്ടുണ്ട്. എങ്കിലും വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി, സെസ് ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂമി ഏറ്റെടുക്കുന്നതിന് നിലവിൽ നിയമങ്ങളുണ്ട്. പഴയകാല 1994 അക്വിസിഷൻ ആക്ട് ആയിരുന്നു എങ്കിൽ അത് 2013 കേന്ദ്ര ഗവൺമെൻറ് തന്നെ പുതിയ നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിനേക്കാൾ വലിയൊരു ഇളവ് ഭൂപരിഷ്കരണ നിയമത്തിൽ എന്തിനുണ്ടാക്കുന്നു എന്നുള്ളൊരു ചോദ്യം അനലൈസ് ചെയ്യുമ്പോൾ കേരളത്തിൽ എത്തിച്ചേരുന്നൊരു ഉത്തരം ഈ പറയുന്ന വൻതോതിലുള്ള പുത്തൻ പണക്കാർക്ക്, അത് കിഴക്കൻ മേഖലയിലും പശ്ചിമഘട്ട മേഖലയിലെല്ലാം തന്നെ വലിയ തോട്ടക്കാരെല്ലാം തന്നെ വ്യവസായികളായിട്ടുണ്ട്. അവരാരും തന്നെ യഥാർത്ഥ വ്യവസായമില്ലെങ്കിലും റിയൽ എസ്റ്റേറ്റ് വ്യവസായമോ അല്ലെങ്കിൽ ലുലു പോലുള്ള കമ്പോള വ്യവസായത്തിൻ്റെയോ ആളുകളാണ്. അവർക്ക് ഭൂമി സ്വായത്തമാക്കി വിപണിയിലെത്തിക്കുന്ന വലിയൊരു പദ്ധതിയുടെ ഭാഗമായാണ് പിണറായി സർക്കാരിൻ്റെ ഉള്ളിൽ നിന്ന് രണ്ടാമതായി അല്ലെങ്കിൽ വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടി ഭൂപരിധി എടുത്തു കളയണം എന്നൊരാവശ്യം വരുന്നത് തോന്നുന്നു. ഒന്ന് വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഭൂമി നിയമങ്ങൾ പരിഷ്കരിക്കേണ്ടത് എന്ന് പറയുമ്പോൾ അത് തോട്ടത്തെ ടാർഗറ്റ് ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വിളകളുടെ ഈ പറയുന്ന ലിമിറ്റ് എടുത്തു കളഞ്ഞാൽ അവർക്ക് അനായാസം കഴിയും എന്നതുകൊണ്ടായിരിക്കാം. ഇപ്പം തന്നെ കേരളത്തിൽ ഈ കിനാലൂർ എസ്റ്റേറ്റ് വിഭജനത്തിൻ്റെ പിൻപറ്റിക്കൊണ്ട് നിരവധി ട്രാൻസാക്ഷൻ നടക്കുന്നുണ്ട്. അതിലൊന്നാണ് അഞ്ചരക്കണ്ടി കറുപ്പ എസ്റ്റേറ്റ്. ഈ ദന്തൽ കോളേജ് വിദ്യാർത്ഥിയെ കൊന്ന കേസുണ്ടല്ലോ, ആ എസ്റ്റേറ്റ് ഞാനൊക്കെ ചെറുപ്പകാലത്ത് വളർന്ന സ്ഥലമാണ്. ഏതാണ്ട് 2000 ഏക്കറിലധികം വരുന്ന വലിയ, കേരളത്തിലെ തന്നെ ഏഷ്യയിലെ ആദ്യത്തെ സിനമൻ എസ്റ്റേറ്റാണ് കറുപ്പ എസ്റ്റേറ്റാണത്. ബ്രൗൺ എന്ന് പറയുന്നൊരു സായിപ്പ് സ്ഥാപിച്ചതാണ്. കേരളത്തിൽ തന്നെ അടിമക്കച്ചവടം നടന്നൊരു മേഖലയായിരുന്നു. 1835 ആദ്യത്തെ സബ് രജിസ്ട്രി ഓഫീസ് കേരളത്തിൽ സ്ഥാപിക്കുന്ന, മലബാർ മേഖലയിൽ സ്ഥാപിക്കുന്നത് തന്നെ ഈ അഞ്ചരക്കണ്ടി കറുപ്പത്തോട്ടം സ്ഥാപിക്കാനാണ്. ആ എസ്റ്റേറ്റ് ഇതേപോലെ കൈമാറ്റം ചെയ്യപ്പെട്ടു. അത് തോട്ടമല്ലാത്ത ആവശ്യങ്ങൾക്ക് വേണ്ടി, അങ്ങനെയാണ് മെഡിക്കൽ കോളേജ് അവിടെ സ്ഥാപിക്കുന്നത്. അതിനെതിരെ ഇവിടെ നിയമപ്രശ്നങ്ങൾ ഇപ്പോഴും ഉണ്ട്, വ്യവഹാരങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള വ്യവഹാരങ്ങളും ഭൂമി വിഭജിക്കുന്ന പരിപാടി കഴിഞ്ഞ 20 വർഷമായി കേരളത്തിൽ, പ്രത്യേകിച്ചും പിണറായി സർക്കാരിൻ്റെ കാലത്ത് ശക്തമായി നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് തരം മാറ്റൽ പ്രക്രിയ മാത്രമല്ല, തണ്ണീർത്തടത്തിൻ്റെ അളവ് മാത്രമല്ല, തോട്ടം ഇല്ലീഗലായി വിഭജിച്ച് വൻതോതിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ആവശ്യത്തിന് വേണ്ടിയാണ് രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടിനെ മരവിപ്പിക്കുകയും അത് വ്യവഹാരത്തിൽ കാര്യമായി മുൻപന്തിയിലുണ്ടായിരുന്ന സുശീല ആർ ഭട്ടിനെ മാറ്റുകയും ചെയ്തു. അപ്പം ഞാൻ സൂചിപ്പിച്ചു വന്നത്, കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അവസ്ഥയെക്കുറിച്ച് ഞാനിവിടെ വീണ്ടും ആവർത്തിച്ച് പറയേണ്ട കാര്യമില്ല. കേരളത്തിൽ ആയിരക്കണക്കിന് ഏതാണ്ട് 50,000-ഓളം വരുന്ന
കോളനൈസ് ചെയ്യപ്പെട്ട മനുഷ്യരുടെ ജീവിതാവസ്ഥ നമുക്ക് ബോധവൽക്കരിക്കേണ്ട കാര്യങ്ങൾ, സ്വയം ബോധവൽക്കരിക്കേണ്ടതില്ല. എവിടെയാണ് നമുക്ക് ജീവിക്കാൻ ആവശ്യമായുള്ള ഭൂമി എന്ന ചോദ്യം വരുമ്പോൾ ഒന്നാമത്തെ സംഭവം ഈ തോട്ടങ്ങൾ തന്നെയാണ്. അതിന് ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് പൂർത്തീകരിക്കപ്പെട്ട ഒന്നാണ് എന്നുള്ള ഒരു വ്യാജ കഥയാണ് കമ്മ്യൂണിസ്റ്റുകാർ പ്രചരിപ്പിക്കാറ്. തോമസ് ഐസക് കുറച്ച് കാലം മുമ്പ് 20 വർഷം മുമ്പ് ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ ഒരു ബുക്കിൽ അത് എഴുതിയിരുന്നുണ്ടോ, ഭൂപരിഷ്കരണം എന്ത് എന്നിങ്ങനെ പുസ്തകം തന്നെ ആക്കി. ഭൂപരിഷ്കരണത്തിൻ്റെ ദൗത്യം കഴിഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്നാൽ മറയില്ലാതെ രണ്ടാം ഭൂപരിഷ്കരണം 2.0 എന്ന് പറയുന്ന ഒരു ഭൂപരിഷ്കരണ പദ്ധതിയിൽ ഇപ്പോൾ ഇടതുപക്ഷവും വലതുപക്ഷവും LDFും UDFും ഒരു പക്ഷേ കൈകോർക്കുന്നൊരു ചിത്രമാണ് നമ്മൾ കാണാൻ പോകുന്നത് എന്ന് നമ്മൾ കാണേണ്ടതുണ്ട്. ഈ ജങ്ചറിൽ നമ്മൾ ഇടപെടുകയാണ് എങ്കിൽ, ഇടുന്നില്ല എങ്കിൽ കേരളത്തിലെ ദരിദ്ര ദളിത് ആദിവാസി ഭൂരഹിതരും ബഹുജൻ വിഭാഗങ്ങളും എന്നേക്കുമായി ഭൂമിയിൽ നാട്ടിയോടിക്കപ്പെടും എന്ന് മാത്രമല്ല, ഭൂമിയിലെ മുകളിലുള്ള ആധിപത്യം വെറും കോർപ്പറേറ്റുകൾ മാത്രമല്ല, പുതിയ റിയൽ എസ്റ്റേറ്റുകാർ, മറ്റു തരത്തിലുള്ള ഭൂവുടമകൾ, മറ്റൊരർത്ഥത്തിൽ പഴയകാല ജന്മിത്വത്തെക്കാൾ ഭയാനകമായ ഒന്നായി ഭൂമിയുടെ കേന്ദ്രീകരണം കേരളത്തിൽ വ്യക്തികളിൽ കേന്ദ്രീകരിക്കാൻ പോകുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് നമ്മൾ ഉന്നയിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സ്ലോഗൻ ജന്മിത്വ വാഴ്ചയെ പുനഃസ്ഥാപിക്കരുത് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് ചർച്ച ചെയ്യേണ്ടതാണ് സ്ലോഗൻ. പഴയകാല ഭൂവുടമ സംവിധാനത്തെ ജന്മിത്വ വാഴ്ചയെ പുനഃസ്ഥാപിക്കുന്ന VD സതീശൻ്റെ 2.0 ഭൂപരിഷ്കരണം ഉപേക്ഷിക്കണം എന്ന് തന്നെ നമ്മൾ പറയണം. നമ്മളെ സംബന്ധിച്ച് വെക്കേണ്ട ഒരു പ്രധാനപ്പെട്ട സ്ലോഗൻ അതാണെന്നാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്, ഭൂപരിധി എടുത്തു കളയേണ്ട, മുഴുവൻ വിളകളും തോട്ടങ്ങളും എടുത്ത് കളഞ്ഞേക്കട്ടെ. നമുക്ക് തോട്ടം വേണമെന്ന് അഭിപ്രായം വെക്കേണ്ട ആവശ്യമില്ല. കാരണം തോട്ടം കൊണ്ട് ഈ രാജ്യത്തിന് ദേശത്തിന് ഒരു ഗുണവുമില്ല. അതിൻ്റെ വിശദാംശത്തിലേക്ക് സാമ്പത്തിക ശാസ്ത്രപരമായി കേരളത്തിൻ്റെ ഇക്കണോമിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ GDPയുടെ ലെവലിലെല്ലാം പരിശോധിക്കുമ്പോൾ കേരളത്തിൽ തോട്ടങ്ങൾ കൊണ്ട് കേരളീയർക്ക് യാതൊരു ഗുണവുമില്ല. മലയാളികൾക്ക്, തദ്ദേശീയർക്ക്, ഇതെല്ലാം തന്നെ വിഭവം ചോർത്തിയെടുക്കുന്ന ഏറ്റവും വലിയൊരു മേഖലയാണ് കേരളത്തിലെ, ഇന്ത്യയിലെല്ലാ തോട്ടങ്ങളും. അത് സാമ്രാജ്യത്വത്തിൻ്റെ മറ്റു രൂപമാണെന്ന് വേണമെങ്കിൽ പറയാം. വിദേശികളുണ്ട്, വിദേശികൾ ഏജൻറ്റുണ്ട്, ഇനി നാടൻ മുതലാളിമാരാണ് എങ്കിലും ഒന്നും വേണ്ട. പഴയകാല ഹാരിസൺ ക്രോസ്ഫീൽഡിൻ്റെ മറ്റൊരു പേരാണ്, പുതുക്കിയ കമ്പനിയാണ് മലയാളം പ്ലാന്റേഷൻസ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കൈവശം വെക്കുന്ന ഒരു ഏജൻസിയാണവർ. റിയൽ എസ്റ്റേറ്റ് വ്യാപാരത്തിൽ മാത്രമല്ല, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ബ്യൂറോയിൽ ഏറ്റവും ഫലപ്രദമായി ഇടപെടുന്ന ഒരു ഏജൻസിയാണ് മലയാളം പ്ലാന്റേഷൻ ലിമിറ്റഡ്. ഊഹക്കച്ചവടമാണത്. ഈ തോട്ടങ്ങളിൻ്റെ പ്രധാനപ്പെട്ട സമ്പത്ത് എങ്ങനെയാണ് ഊഹക്കച്ചവടത്തിൽ ക്രയവിക്രയം ചെയ്ത് വിദേശികൾ അല്ലെങ്കിൽ ഊഹക്കച്ചവടത്തിൽ നിക്ഷേപിക്കുന്ന ആളുകൾ ലാഭമാക്കി മാറ്റിയെടുക്കുന്നത് എന്നത് മലയാളം പ്ലാന്റേഷൻ്റെ സ്റ്റോക്ക് ബ്രോക്കിങ്ങുമായി ബന്ധപ്പെട്ട ചരിത്രം പരിശോധിച്ചാൽ കാണാൻ പറ്റും. ഇനി ഇതിൻ്റെ കയറ്റുമതി മൂല്യം എന്ന് പറയുന്നത് കേരളത്തിൻ്റെ ഖജനാവിൽ കാര്യമായി എത്തുന്നില്ല. കേരളത്തിൻ്റെ ഖജാനാവിൽ ആകെ എത്തിക്കൊണ്ടിരുന്നത് പാട്ടം മൂല്യമാണ്. പാട്ടം കൃത്യമായി പിരിക്കാറില്ല. പിന്നെ കേരളീയർക്ക് അല്ലെങ്കിൽ തദ്ദേശവാസികൾക്ക് കിട്ടുന്നു എന്ന് പറയുന്നത് ചെറിയൊരു ശതമാനം തൊഴിൽ എന്ന് പറയുന്ന ഒന്നുകൊണ്ട്, കൂലി എന്ന് പറയുന്ന ഇനത്തിൽ മാത്രമാണ്. തോട്ടം തൊഴിലാളികളുടെ ജീവിതാവസ്ഥയെക്കുറിച്ചൊന്നും പറയേണ്ടതില്ലല്ലോ. തോട്ടം തൊഴിലാളികളുടെ തൊഴിൽ ക്ഷേമം കൈകാര്യം ചെയ്യുന്ന ഏക നിയമം 1958 പ്ലാന്റേഷൻ ലേബർ ആക്റ്റാണ്. ഈ പ്ലാന്റേഷൻ ലേബർ ആക്ട് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ലോ ആണ്. അതിൽ നിന്നൊരു മാറ്റവും വന്നിട്ടില്ല. ആ പ്ലാന്റേഷൻ ലേബർ ആക്ട് എന്ന് പറഞ്ഞാൽ അവനെ അടിമയായി കാണുന്ന, പഴയകാല ബ്രിട്ടീഷ് തോട്ടങ്ങളിലെ അടിമയായി കാണുന്ന മനുഷ്യരാണ്. അവന് വീട് വെക്കാൻ അവകാശമില്ല, അവന് റേഷൻ കാർഡിന് പോലും അവകാശമില്ല. അവൻ്റെ എല്ലാ ഉടമസ്ഥതയും അവൻ്റെ കസ്റ്റോഡിയൻഷിപ്പും മുതലാളിക്ക്, പ്ലാന്റർക്കാണ്. ഏതാണ്ട് 40-46 വരുന്ന അവൻ്റെ ക്ഷേമങ്ങൾ, വീട്, ആരോഗ്യം, ചികിത്സ, വിദ്യാഭ്യാസം തുടങ്ങിയ എല്ലാ കാര്യങ്ങളിലും. അതുകൊണ്ടാണ് ഇപ്പോൾ അടുത്ത കാലത്ത് മൂന്നാറിനടുത്തുള്ള എസ്റ്റേറ്റിൽ നിന്നൊക്കെ ഈ തൊഴിലാളി എങ്ങനെ അടിച്ചോടിക്കണം എന്നാണ് അവരുടെ പരീക്ഷണം. പെട്ടിമുടി ദുരന്തം ഓർമ്മയുണ്ടല്ലോ. 60ലധികം ആളുകൾ കുഴിച്ചുമൂടപ്പെട്ടപ്പോഴും അവർക്ക്
ഭവന നിർമ്മാണത്തിന് അന്നും ഇന്നും ഒരു സ്കീം ഉണ്ടാക്കാൻ. അതായത് നമുക്ക് ഈ കേരളത്തിലെ ഈ പറയുന്ന വഴിയോരത്ത് കിടക്കുന്ന ആളുകൾക്ക് പോലും ഭവന നിർമ്മാണത്തിനൊരു അവകാശമുണ്ടാകും, ഭൂരഹിതങ്ങൾ. പക്ഷേ കേരളത്തിലെ തോട്ടം മേഖലയിൽ അത് സാധ്യമാകാത്തതിൻ്റെ കാരണം ഈ പ്ലാന്റേഷൻ ലേബർ ആക്ട് എന്ന് പറയും, ESIക്ക് ബെനിഫിറ്റിന് പോലും അവർക്കില്ല. അവരുടെ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം ഇതൊന്നും അവർ ചെയ്യില്ല. ആകെ കൊടുക്കുന്നത് 325 രൂപ കൂലിയാണ്. ഈ 325 രൂപ കൂലി എന്ന് പറയുന്നതിൻ്റെ കാരണം ഇന്ന് കേരളത്തിലെ മിനിമം കൂലി 900-ന് മുകളിലാണ്. കേവലം 325 രൂപ മാത്രം മിനിമം കൂലി കിട്ടുന്നത് അവർക്ക് അഡ്ജുഡിക്കേഷൻ പോലുള്ള തർക്കപരിഹാരങ്ങൾ പോലും പുറത്ത് കഴിയില്ല എന്നുള്ളത് മാത്രമല്ല, ഈ തോട്ടം യൂണിയനും മുതലാളിമാരും ചേരുന്ന ഒരു അഡ്ജുഡിക്കേഷൻ ഫോറത്തിൽ മാത്രമേ അത് ചർച്ച ചെയ്യാൻ പറ്റൂ. അവിടെയാണ് ഇവിടുത്തെ ട്രേഡ് യൂണിയൻ മുതലാളിമാരും ഈ പറയുന്ന കുത്തക മുതലാളിയും തമ്മിലുള്ള ബന്ധം. അവിടെയാണ് ഞാൻ പറഞ്ഞ അങ്ങേയറ്റം തൊഴിൽ ചൂഷണം നിലനിൽക്കുന്ന ഒരു സംവിധാനമാണിത്. അതുകൊണ്ട് തന്നെ ഈ തോട്ടം തൊഴിൽ എന്ന് പറയുന്ന അവകാശം കിട്ടുന്നതുകൊണ്ടോ പലപ്പോഴും ഈ തോട്ടം തൊഴിലാളികളുടെ പേര് പറഞ്ഞാണ് ഇടത് വലത് യൂണിയനെല്ലാം തന്നെ ഇവരെ ഈ തോട്ടം മേഖലയെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് രംഗത്ത് വരാറ്. നമ്മളൊരുപാട് ചങ്ങറ സമരത്തേക്ക് അടിച്ചടിച്ച് അങ്ങനെയാണല്ലോ, ഒരുപാട് എവിടെ നമ്മൾ തൊടുന്നോ അവിടെ തോട്ടം തൊഴിലാളി രംഗത്തിറക്കിയിരിക്കും. പക്ഷേ ഈ തോട്ടം കൊണ്ട് യാതൊരു പ്രയോജനമില്ലാത്തത് കൊണ്ട് തന്നെ കേരളത്തിലെ മുഴുവൻ എസ്റ്റേറ്റുകളും അടച്ചുപൂട്ടി പോകേണ്ടതാണ് യഥാർത്ഥ ദേശീയ താല്പര്യത്തിൽ ഉന്നയിക്കേണ്ട കാര്യം. അതുകൊണ്ട് ബഹുവിളകളാക്കണം, 100% ബഹുവിളകളാക്കട്ടെ. ഒറ്റ കണ്ടീഷൻ, ഭൂപരിഷ്കരണ നിയമത്തിലെ വ്യവസ്ഥകൾ സംരക്ഷിക്കപ്പെടും. അതുകൊണ്ട് VD സതീശൻ കൊണ്ടുവരാൻ പോകുന്ന ഭേദഗതി ഒരു വ്യക്തിക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ അളവ് എന്ന് പറയുന്നതിനെ മുൻകാല തോട്ടം ഭൂമിയാണ് എങ്കിൽ അവൻ അതിൻ്റെ എക്സ്റ്റൻറ്റ് കൂട്ടും. നമുക്കിത് മുൻകൂർ കാണാവുന്നതാണ്. കാരണം ഭൂവിളകളാക്കിക്കൊണ്ട് ഈ എസ്റ്റേറ്റ് പൊതുഭൂമിയായി പിടിച്ചെടുക്കേണ്ടി വരും. കൃഷിഭൂമിയാക്കിയാൽ, പറഞ്ഞാൽ മനസ്സിലായല്ലേ, 50% കൃഷിഭൂമിയാക്കിയാൽ ഭൂപരിഷ്കരണ നിയമം അപ്രസക്തമാകുന്നു. അതുകൊണ്ട് ഭൂപരിഷ്കരണ നിയമം പൊളിക്കാൻ പാടില്ല, അതിൻ്റെ പരിധി നിലനിർത്തണം. പഴയകാല ഭൂവുടമസ്ഥ ജന്മിത്വം പുനഃസ്ഥാപിക്കരുത്, തോട്ടം ഭൂമി ലിബറലൈസ് ചെയ്തോളൂ എന്നൊരു മുദ്രാവാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളിതിനെ നേരിടുക എന്നത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. രണ്ടാമത്തെ ഒരു കാര്യം, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടിൻ്റെ പരിധിയിൽ വയനാട് ഉൾപ്പെടെയുള്ള മലബാർ ജില്ലകളിലെ മലബാർ പ്രദേശത്തെ എസ്റ്റേറ്റുകൾ വന്നിട്ടില്ല. വയനാടിൽ മാത്രം 65 എസ്റ്റേറ്റുകൾ വരും, ആയിഷ എസ്റ്റേറ്റ് ഉൾപ്പെടെ. ഇപ്പോഴും അത് ലാൻഡ് ബോർഡിന് മുമ്പാകെ ഒരു റിപ്പോർട്ട് കൊടുക്കാൻ പാലാ സിവിൽ കോടതിയിൽ കേസ് നടക്കുന്നുണ്ടല്ലോ, അത് വയനാടൻ മേഖലയിലുള്ള എസ്റ്റേറ്റുകൾ വരുന്നില്ല. ഒരുപക്ഷെ രാജമാണിക്യം കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന എക്സ്റ്റൻറ്റ് 5.5 ലക്ഷം ഏക്കറാണ് എങ്കിൽ അതിൻ്റെ പകുതിയിലധികം കൂടി അതിനകത്ത് കൂട്ടിച്ചേർക്കേണ്ടി വരും. ഒരു ഊഹക്കണക്ക് 2.5 ലക്ഷം ഏക്കറായിരിക്കും. എന്ന് പറഞ്ഞാൽ 8 ലക്ഷം ഏക്കർ ഭൂമിയോളം വ്യാജരേഖകളിലൂടെ കേരളത്തിലെ വൻകിട തോട്ട ഉടമകൾ കൈവശം വയ്ക്കുന്നുണ്ട് എങ്കിൽ അത് സർക്കാർ നിക്ഷിപ്തമാക്കണമെന്ന് മാത്രമല്ല നമ്മുടെ ആവശ്യം, ഭൂപരിധി എടുത്തു കളയരുത്, പഴയകാല ജന്മിത്വ വ്യവസ്ഥയെ പുനഃസ്ഥാപിക്കരുത്. കൃഷിഭൂമി ആയിക്കോ നമുക്കില്ല, കൃഷിഭൂമി ആക്കിയാലേ നമ്മുടെ ആവശ്യവും മുന്നോട്ട് വെക്കുന്നതിന് ശക്തമായി നമുക്ക് കഴിയുമെന്നുള്ളതാണ് എൻ്റെ ഒരു വാദം. തർക്കങ്ങളുണ്ടാകാം, പക്ഷേ നമ്മളങ്ങനെ ഒരു ക്യാമ്പയിൻ സ്റ്റാർട്ട് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതാണ് പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, നമ്മുടെ ഈ സെഷൻസിൻ്റെ പിന്നാലെ വരുന്ന ആദിവാസികളുടെ ഗോത്ര സ്വയംഭരണം, വനാവകാശം, വനഭൂമിയുടെ അവകാശം തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇൻ്റർ കണക്റ്റഡാണെന്ന് ഞാൻ ആദ്യം തന്നെ പറയുകയുണ്ടായി. അതിലേറ്റവും പ്രധാനപ്പെട്ട 2001 കാലഘട്ടത്തിൽ ആദിവാസി കുടിൽകെട്ട് സമരമൊക്കെ നടത്തുമ്പോൾ കേരളത്തിൽ ആദ്യം തന്നെ നമ്മൾ മുന്നോട്ട് വെച്ചിരുന്ന, പ്രത്യേകം ജാനുവിൻ്റെ മൂവ്മെൻറ്റിലൂടെയൊക്കെ ഉന്നയിച്ചപ്പെട്ട ഒരു ആവശ്യം, സർക്കാർ തോട്ടങ്ങൾ സർക്കാർ ആദ്യം അവസാനിപ്പിക്കട്ടെ. കേരളത്തിലെ സർക്കാർ തോട്ടങ്ങൾ, കേരളത്തിലെ 4-5 ലാൻഡ് ബേസ്ഡ് കോർപ്പറേഷൻ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. പ്ലാന്റേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് കേരള, പ്ലാന്റേഷൻ റീഹാബിലിറ്റേഷൻ ഇവിടെ പത്തനംതിട്ടയിലെ തമിഴ് തോട്ടം തൊഴിലാളികളെ പുനരുദ്ധരിപ്പിച്ചത്, പിന്നെ വുഡ് ആൻഡ് ഇൻഡസ്ട്രീസ് കോർപ്പറേഷൻ, ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ, അത് വനംവകുപ്പ് തന്നെ തോട്ടമാക്കുന്നതോ അങ്ങനെയാണ്. അതാണ് ഇപ്പോൾ മരിയനാട് എസ്റ്റേറ്റിൽ നമ്മൾ നടത്തുന്ന സമരം. അപ്പോൾ സർക്കാർ കൈവശം വെച്ചുകൊണ്ടിരിക്കുന്ന എസ്റ്റേറ്റുകളെന്ന് പറയുന്നത് തന്നെ ഏതാണ്ട് 4 ലക്ഷത്തിനടുത്ത് വരും. എവിടെ നിന്നാണ് ഗവൺമെൻറ്റിന് ഈ എസ്റ്റേറ്റുകൾ കൈവശം വന്നത്? അതിൻ്റെ ചരിത്രത്തിലേക്ക് അന്വേഷിച്ച് പോകുമ്പോൾ ഇതേ ഭൂപരിഷ്കരണ കാലഘട്ടത്തിൽ 70-71
കാലഘട്ടത്തിൽ, ഏതാണ്ട് ഒരു പര്യവസാനിക്കുന്ന കാലഘട്ടത്തിൽ ഒരു ആക്ട് നിലവിൽ വന്നിട്ടുണ്ട്. നമ്മളാരും അധികം ചർച്ച ചെയ്യാത്തതാണ്, ആദിവാസി സംഘടനകൾ മാത്രം അത് പറയാറ്. പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് ആക്ട്, പ്രൈവറ്റ് ഫോറസ്റ്റ് വെസ്റ്റിംഗ് ആൻഡ് അസൈൻമെൻറ്റ് കേരള 1971. സ്വകാര്യ വനങ്ങൾ സർക്കാരിൽ നിക്ഷിപ്തമാക്കുക. ഞാനൊരു 5 മിനിറ്റ് എടുത്ത് അവസാനിപ്പിക്കുക സാർ. സ്വകാര്യ വനങ്ങളെന്ന് പറയുമ്പോൾ അന്ന് ഭൂവുടമകളുടെ ഈ പറയുന്ന ഭൂപരിഷ്കരണ പരിധിയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട വൻതോതിലുള്ള വനങ്ങളുണ്ട്. പഴയകാല ജന്മർക്ക് തോട്ടമാക്കി മാറ്റാനോ അത് കാട് വെട്ടി തെളിക്കാനോ ഉള്ള പണിക്കാരില്ല, ടൂൾസില്ല, ഇതിനുള്ള അന്ന് JCB ഒന്നും ഇല്ലല്ലോ. അതുകൊണ്ട് ഇത്തരം ഭൂമിയെല്ലാം തന്നെ ദേശസാൽക്കരിച്ച് സർക്കാർ നിക്ഷിപ്തമാക്കാൻ ഉണ്ടാക്കിയിരിക്കുന്ന നിയമമാണത്. ആ നിയമം അനുസരിച്ച് അത് അസസ് ചെയ്യാൻ എത്ര ഭൂമി സ്വകാര്യമായി, ഇത് റിസർവ് ഫോറസ്റ്റിന് പുറത്തുള്ളതാണ്. റിസർവ് ഫോറസ്റ്റ് അന്ന് നിയമമുണ്ട്, 1927 ഫോറസ്റ്റ്, ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട്, അതിൻ്റെ കീഴിൽ വരുന്നതാണ് റിസർവ് ഫോറസ്റ്റ്. അതിന് പുറത്തുള്ള ഭൂമി 12 ലക്ഷം ഹെക്ടർ ആയിരുന്നു. അത്ര ചെറുതൊന്നുമല്ല, 12 ലക്ഷം ഹെക്ടർ. ഈ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കാൻ വേണ്ടി അന്നാണ് ടി മാധവൻ AS ചുമതലപ്പെടുന്നത്. ആദ്യത്തെ സോഷ്യൽ വെൽഫെയർ ഡയറക്ടറായിരുന്നു അദ്ദേഹം. ഏതൊക്കെ ഭൂമികൾ സർക്കാരിൽ നിക്ഷിപ്തമാക്കണം, അങ്ങനെ നിക്ഷിപ്തമാക്കുമ്പം കാടില്ലാത്ത ഭൂമി ചില ആവശ്യങ്ങൾക്ക് പതിച്ചു കൊടുക്കാൻ തീരുമാനിക്കും. അതും ആക്റ്റിലുണ്ട്. പട്ടികജാതിക്കാർക്ക് 25 സെൻറ്റും ആദിവാസികൾക്ക് അപ് ടു എൻ എക്സ്റ്റെൻറ്റ് ഓഫ് 1 ഏക്കർ പതിച്ചു കൊടുക്കാനൊരു വ്യവസ്ഥയും കൂടി ആ ആക്റ്റിലുണ്ട്. നമുക്കൊന്നും അറിവില്ലാത്തൊരു നേതൃത്വങ്ങളും സമുദായ നേതാക്കളായതുകൊണ്ട് ആരും അത് ഉപയോഗിച്ചില്ല എന്നേ ഉള്ളൂ. എന്തായാലും ആ ഭൂമി സർക്കാരിൽ നിക്ഷിപ്തമാക്കിക്കൊണ്ട് ദേശസാൽക്കരിക്കൊണ്ട് 71 ആക്ട് ഉണ്ടായി. അതിന് ചട്ടങ്ങളുമുണ്ട്. മാധവൻ കമ്മീഷൻ റിപ്പോർട്ട് അനുസരിച്ച് 60,000 ഏക്കർ ഭൂമി ഇങ്ങനെ പതിച്ചു കൊടുക്കേണ്ടതിൽ വയനാട്ടിലെ ആദിവാസികൾ, അന്ന് വയനാടും കോഴിക്കോട് ഒന്നിച്ചാണല്ലോ, ഭൂരഹിതരായുള്ള ആദിവാസികൾ പതിച്ചു കൊടുക്കണമെന്നായിരുന്നു അതിലുള്ളത്. 25,000 ഹെക്ടറാണ് പതിച്ചു കൊടുക്കാൻ പറഞ്ഞത്. ബാക്കി പതിച്ചു കൊടുക്കേണ്ട ഒരുപാട് ആളുകളുടെ ലിസ്റ്റ് അതിനകത്തുണ്ട്, അസൈൻ ചെയ്യാൻ അസൈനബിളായിട്ടുള്ള. എൻ്റെ കയ്യിൽ തന്നെ 76 അടിയന്തരാവസ്ഥ കാലത്തേക്ക് ഒരു ഉത്തരവുണ്ട്. വലിയൊരു പുസ്തകം പോലെയാണ് ഉത്തരം. ഒറ്റ സർക്കാർ ഉത്തരവിൽ 45,000 ഹെക്ടറാണ് പതിച്ചു കൊടുക്കാൻ ഉത്തരവ്. പല ആളുകൾക്ക്, വ്യക്തികൾക്ക്, ട്രസ്റ്റുകൾക്ക്, മതസ്ഥാപനങ്ങൾക്ക്. നമുക്ക് പെട്ടെന്ന് സജീവമായിട്ട് നമ്മൾ കാണുന്നത് ഈ എക്സ് സർവീസ് മിലിറ്ററിക്കാർക്ക് കൊടുത്ത ഒരുപാട് കോളനികളുണ്ട് കേരളത്തിൽ. മൂന്നാറുണ്ട്, തിരുവനന്തപുരം കാട്ടാക്കടയുണ്ട്, തിരുവനന്തപുരം പാലോടുണ്ട്. കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും എക്സ് സർവീസ് അവർ 5 ഏക്കർ വീതം അവർക്ക് കൊടുക്കുന്നു. ഡാമുകൾക്ക് അങ്ങനെ ഒരുപാട് പതിച്ച് പല സ്ഥാപനങ്ങൾക്കും കൊടുത്ത് വൻതോതിൽ ഈ നിയമം വഴി എന്താ പറയേണ്ടത്, വനം ഭൂമി കൊള്ളയടിച്ച് ചില രാജാക്കന്മാരും ആലക്കോട് രാജയെ പോലുള്ള ശ്രീരാമകൃഷ്ണനൊക്കെ സമരം ചെയ്തതാണ്. ഏതാണ്ട് അയാൾ 600 ഏക്കർ 1000 ഏക്കറൊക്കെയാണ് പിൻകാലത്ത് വെട്ടി വെളുപ്പാക്കി തോട്ടമൊക്കെ ആക്കാൻ ശ്രമിച്ചത്. എനിവേ ആ നിയമം അനുസരിച്ച് 12 ലക്ഷം ഹെക്ടറിൽ സർക്കാരിൽ നിക്ഷിപ്തമായ എത്ര എന്ന് ചോദിച്ചാൽ കൃത്യമായ കണക്കിപ്പോഴും ലഭ്യമല്ല. പിന്നെ ഇതേ കാലഘട്ടത്തിൽ ഗ്രോമർ ഫുഡ് പദ്ധതിയുടെ ഭാഗമായി കാട് വെട്ടി തെളിയിക്കാൻ വൻതോതിൽ കേന്ദ്ര സർക്കാർ ധനസഹായം ചെയ്തിരുന്നു. ഇപ്പോൾ കുട്ടനാട് നമ്മുടെ മുരിക്കനൊക്കെ കൊടുത്ത് അന്ന് 66 ലക്ഷം വാങ്ങിച്ചത്. ഇത് കുട്ടനാട് കായൽ റിക്ലമേഷൻ എന്ന് പറയുന്ന കായൽ രാജാവ് വെറുതെ ഫ്രീ ആയിട്ട് പുള്ളി ഹ്യൂമൻ ലേബർ ഇറക്കിയൊന്നുമല്ല. അന്ന് 66 ലക്ഷം എന്ന് പറയുമ്പോഴേ വൻ തുകയാണെന്ന് ഓർക്കണം. ഇന്ന് കോടികളുടെ മൂല്യമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ വിഭാഗങ്ങൾക്ക് നെഹ്റുവിയൻ സപ്പോർട്ട് കിട്ടിയതുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ് ഫണ്ടാണ്, പലിശയില്ലാതെ ചുമ്മാ ഫ്രീ. അങ്ങനെ കേരളത്തിലെ വൻ ഭൂവുടമകൾ വെട്ടിപ്പിടിച്ച് പലരും എസ്റ്റേറ്റാക്കി മാറ്റി. മലബാറിലെ ഒരുപാട് മുസ്ലിം ജന്മിമാർ പിന്നെ കാട് വെട്ടിയിട്ട് തോട്ടമാക്കി മാറ്റിയതൊക്കെ ഈ അന്ന് ഈ പട്ടിണിയും ദാരിദ്ര്യവും മാറ്റാനെന്നുള്ളൊരു വ്യാജ പേരിലാണത് ചെയ്തിരുന്നത്. ഞാൻ പറഞ്ഞത് അതിൻ്റെ സമാന്തരമായി കേരളത്തിലെ വനം വകുപ്പ്, പിന്നെ പ്ലാന്റേഷൻ റീഹാബിലേഷൻ ഇങ്ങനെ കൈവശം വെച്ചതാണ് ഈ തോട്ടങ്ങൾ. അതിൽ തന്നെ കാസർഗോഡ് മാത്രം 14,000 ഏക്കറാണ് ഈ പറയുന്ന ഈ എൻഡോസൾഫാനൊക്കെ തെളിച്ച് പ്രശ്നമുണ്ടായ കശുവണ്ടി തോട്ടം. ഇവിടുത്തെ മലയാറ്റൂർ എസ്റ്റേറ്റ് ഏതാണ്ട് 10,000 ഏക്കറിന് മുകളിൽ വരും. എഴുകോണുള്ള എസ്റ്റേറ്റ്. ഞാൻ പറഞ്ഞു വന്നത് ഈ ഭൂപരിധി എടുത്തു കളയുന്നതിനോടൊപ്പം തന്നെ ഇവയെല്ലാം തന്നെ കൃഷിഭൂമിയുടെ പരിധിയിലേക്ക് കൊണ്ടുവരികയാണ് എങ്കിൽ ഇത് ഈ പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കെല്ലാം ബാധകമാക്കണം. മനസ്സിലായില്ലേ? ഇതെല്ലാം ഭൂരഹിതർക്ക് കൊടുക്കേണ്ട ഭൂമിയായി മാറ്റപ്പെടാനുള്ള ഒരു വഴി തുറക്കപ്പെടും. ചുരുക്കത്തിൽ ഞാൻ കൺക്ലൂഡ് ചെയ്യാണ്,
നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൂമിയെ സംബന്ധിച്ച് വലിയൊരു ധവളപത്രം തന്നെ, അല്ലെങ്കിൽ ഒരു ഭൂരേഖ, ഭൂമിയെ സംബന്ധിച്ചുള്ള ഒരു ഡോക്യുമെൻ്റ് നമ്മൾ തയ്യാറാക്കണം. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഗവൺമെൻറ് മുമ്പാക്കി വയ്ക്കുകയും രണ്ടാം ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് അതിങ്ങനെ ആയിരിക്കണം. രണ്ടാം ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് അവർ യഥാർത്ഥത്തിൽ ഈ ഭൂവുടമസ്ഥതയെ സ്ഥാപിക്കാനാണ്, ജന്മിത്വത്തെ പുനഃസ്ഥാപിക്കാനാണ്. പുതിയ വ്യാവസായിക ആവശ്യത്തിൻ്റെ മറവിൽ യഥാർത്ഥത്തിൽ രണ്ടാം ഭൂപരിഷ്കരണം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ആവശ്യം തന്നെ മുന്നോട്ട് വെച്ചിരുന്നത് ദളിതാദിവാസി വിഭാഗങ്ങളാണ്. അതിൻ്റെ കണ്ടൻറ്റ് വി.ഡി. സതീശൻ്റെ പദ്ധതിയിലില്ല എന്ന് തുറന്ന നിലയിൽ നമ്മൾ അവതരിപ്പിക്കുകയും ശക്തമായൊരു ക്യാമ്പയിനുമായി നമ്മൾ പരസ്യമായി രംഗത്ത് വരണം എന്നാണ് എൻ്റെ ഒരു നിർദ്ദേശം. അത് ADF-ൽ ഔദ്യോഗികമായി ചർച്ച ചെയ്തിട്ടില്ല എങ്കിലും പല ഘട്ടങ്ങളിലായി പറഞ്ഞൊരു കാര്യം, സംസ്ഥാന തലത്തിൽ സെപ്റ്റംബർ മാസമെങ്കിലും നമ്മളൊരു യാത്ര കേരളത്തിലുടനീളം നടത്തണമെന്നുള്ളൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലാൻഡ് സമ്മിറ്റിൽ നമ്മളിത് ബഹുജന അഭിപ്രായം നേടുന്ന തരത്തിൽ ഒരു പദ്ധതിയാക്കി മാറ്റേണ്ടതുണ്ട്. ഞാൻ സംസാരിച്ചതിൻ്റെ മെയിൻ കണ്ടൻറ്റ് ഭൂപരിധി എടുത്തു കളയുന്നത് അനുവദിക്കാൻ പറ്റാത്ത തരത്തിൽ വലിയൊരു പ്രതിരോധം കേരളത്തിൽ നമ്മൾ തീർക്കേണ്ടതുണ്ട്. അതാണ് എൻ്റെ അവതരണത്തിലെ മെയിൻ പോയിൻ്റ്. ഇതിൻ്റെ ഒരു മറുവശം ഈ പറയുന്ന തോട്ടം ഭൂമിയുടെ വലിയ ഇല്ലീഗൽ ഹോൾഡിങ്ങുമായി ബന്ധപ്പെട്ട രാജമാണിക്യൻ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ശ്രീരാമ മാഷ് അവതരിപ്പിക്കും. അതിനുശേഷം നമുക്ക് ഒരു പൊതുചർച്ചയാക്കാം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കും. പ്രിയപ്പെട്ടവരെ, വളരെ ആനുകാലിക പ്രസക്തമായ കാര്യങ്ങൾ മാഷിവിടെ സൂചിപ്പിച്ചു കഴിഞ്ഞു. വിട്ടുപോയതും എന്നാൽ കൂട്ടിച്ചേർക്കേണ്ടതുമായ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കുക എന്നുള്ളതാണ്. നമ്മളിവിടെ പ്രധാനമായി ചർച്ച ചെയ്യുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ധവളപത്ര പ്രഖ്യാപനത്തിലും പിന്നീട് പ്രഖ്യാപിച്ചിട്ടുള്ള കേരള ബജറ്റിലും അവർ കോട്ട് ചെയ്തിരിക്കുന്ന രണ്ടാം ഭൂപരിഷ്കരണം എന്നുള്ളൊരു ആശയത്തോടുള്ള നമ്മുടെ ചില ആവലാതികളാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് രണ്ടാം ഭൂപരിഷ്കരണം നമ്മൾ വ്യാകുലപ്പെടുത്തുന്നത്? ഒന്നാം ഭൂപരിഷ്കരണത്തിൽ നമുക്കെന്ത് കിട്ടി? ഇതാണ് നമ്മൾ വളരെ ഗൗരവമായിട്ട് ചർച്ച ചെയ്യേണ്ടത്. കാരണം ഒന്നാം ഭൂപരിഷ്കരണത്തിൻ്റെ ഇരകളാണ് ഇന്ന് കേരളത്തിൽ അങ്ങിങ്ങ് നടക്കുന്ന അരിപ്പിയിലായാലും ചെങ്ങറയിലായാലും എവിടെയൊക്കെ ചെറുതും വലുതുമായ സമരങ്ങൾ നടക്കുന്നുണ്ടോ, ഭൂമിയുമായി ബന്ധപ്പെട്ട സമരങ്ങൾ നടക്കുന്നുണ്ടോ, അതിൻ്റെയൊക്കെ കാരണം ഒന്നാം ഭൂപരിഷ്കരണത്തിൽ നീതി ലഭിക്കാതെ പോയ കേരളത്തിലെ ദലിതരും ആദിവാസികളും ഉൾക്കൊള്ളുന്ന വലിയൊരു ജനസഞ്ചയം നിലനിൽക്കുന്നു എന്നുള്ളതും ഇതേറെയും കോളനികളിലാണെന്നും ഈ കോളനികളുടെ അവസ്ഥ എന്ന് പറയുന്നത് 5 സെൻറ്റും 3 സെൻറ്റും 10 സെൻറ്റും ആ നിലക്കപ്പുറത്തേക്ക് ഭൂമിയുടെ വ്യാപ്തി ഉണ്ടായിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ടാണ് നമ്മൾ ഈ വിഷയത്തെ നോക്കിക്കാണേണ്ടത്. യഥാർത്ഥത്തിൽ ഭൂപരിഷ്കരണത്തിൽ ഏറ്റവും കാതലായി എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എങ്കിൽ കൂടി ഒരു ഓർമ്മപ്പെടുത്താൻ വേണ്ടി മാത്രം ഞാൻ ഒന്ന് പറഞ്ഞു പോവുകയാണ്. അന്ന് KR ഗൗരിയമ്മ കാർഷിക ഭൂബന്ധ ബിൽ ഇത് അവതരിപ്പിക്കുമ്പോൾ അന്നവർ പ്രധാനമായി ഉന്നയിച്ച ഒരു വിഷയം, അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടി EMS ഉൾപ്പെടെയുള്ള ആളുകൾ ഏറ്റവും പ്രാധാന്യത്തോടെ കണ്ടിരുന്നത് പാട്ടക്കുടിയാന് അവൻ്റെ കൃഷിഭൂമിയിന്മേലുള്ള സ്ഥിരാവകാശം കൊടുക്കുക. ഇതായിരുന്നു ഏറ്റവും കാതലായി ഉന്നയിച്ചത്. അപ്പോൾ അവിടെയാണ് ആരായിരുന്നു കേരളത്തിലെ പാട്ടക്കാർ എന്നുള്ള വളരെ കൃത്യമായ ജാതി വെളിവാക്കുന്ന ഒരു ചിത്രം നമുക്കാണ്. കേരളത്തിലെ പാട്ടക്കാരെന്ന് പറയുന്നത് തിരുവിതാംകൂറിൽ ക്രിസ്ത്യാനികളും ഈഴവരും, മലബാറിൽ മുസ്ലിങ്ങളും തീയർ എന്ന് പറയുന്നത് ഇവിടുത്തെ ഈഴവർക്ക് സമാനം എന്നുള്ളതാണ്. അതിനകത്ത് പാട്ടക്കാരന് അവൻ്റെ കൃഷിഭൂമിയിന്മേലുള്ള സ്ഥിരാവകാശം, കുടിയിറക്കൽ വിരുദ്ധ നിയമം എന്നുള്ള ആ ഒരു സാധനം ഉയർന്നു വന്നപ്പോൾ അതിൻ്റെ ഗുണഭോക്താക്കളായിട്ട് മാറിയത് കേരളത്തിൽ 25 ലക്ഷത്തോളം വരുന്ന ഈ പറയുന്ന കേരളത്തിലെ ദലിതേതര വിഭാഗങ്ങൾ.
അതിലേറെയും ഈഴവ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർക്കാണ് അതിൻ്റെ നല്ലൊരു പങ്കും ലഭിച്ചത്. ഇവരാരും തന്നെ മണ്ണിൽ കഠിനമായി അധ്വാനിക്കുന്നവരായിരുന്നില്ല. അപ്പം അവിടെ ഇവിടുത്തെ ദലിതരുടെയും ആദിവാസികളുടെയും അവസ്ഥ ഏതെന്ന് ചോദിച്ചാൽ നമ്മൾ പലപ്പോഴും പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന, അതായത് ഈ ജന്മിയിൽ നിന്ന് ഭൂമി പാട്ടത്തിനെടുത്ത് കുടവയറും ഓലക്കുടിയുമായി വരമ്പത്തിലൂടെ നടന്നിട്ടുള്ള കാര്യസ്ഥൻ അടിമകളെപ്പോലെ പോത്തുകളെപ്പോലെ പണിയെടുപ്പിക്കപ്പെട്ട ദലിതരും ആദിവാസികൾ ഉൾക്കൊള്ളുന്ന ജനവിഭാഗം, ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ജന്മിയിൽ നിന്ന് ഭൂമി കാര്യസ്ഥനിലേക്ക് കിട്ടി, എന്നാൽ യഥാർത്ഥത്തിൽ മണ്ണിൽ അധ്വാനിക്കുന്ന ദലിതന് ആദിവാസിക്ക് അതിൻ്റെ ഗുണഭോക്താവാൻ സാധിച്ചിട്ടില്ല. ഇതാണ് യാഥാർത്ഥ്യം. പിന്നെ എവിടെയാണ് നമ്മളെ ഞാൻ സമയക്കുറവ് കൊണ്ടാണ് ഞാൻ പെട്ടെന്ന് പോകുന്നത്. എവിടെയാണ് നമ്മളെ പരിഗണിച്ചതെന്ന് ചോദിച്ചാൽ അവിടെ ആകെ നമുക്ക് പ്രതീക്ഷയുണ്ടായിരുന്ന ഒരു കാര്യം, അതായത് പരിധിയിൽ ഭൂമിക്ക്, നേരത്തെ മാഷിവിടെ സൂചിപ്പിച്ചതുപോലെ ഭൂമിക്ക് പരിധി നിശ്ചയിക്കുന്നു. ഒരു കുടുംബത്തിന് കൈവശം വെക്കാവുന്ന, നേരത്തെ സൂചിപ്പിച്ച 5 അംഗങ്ങളുള്ള കുടുംബത്തിന് കൈവശം വെക്കാവുന്ന ഭൂമിയുടെ പരിധി 12 സ്റ്റാൻഡേർഡ് ഏക്കറായിട്ട് പ്രഖ്യാപിക്കുന്നു. എന്ന് വെച്ചാൽ 15 ഏക്കർ എന്നർത്ഥം, അതിനകത്ത് വരണം. അപ്പോൾ അങ്ങനെ പരിധി നിശ്ചയിക്കപ്പെട്ട ഭൂമിയിൽ കൂടുതൽ വരുന്ന അത് തിരിച്ചു പിടിക്കുക, അതിനെ മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുക. അന്നത്തെ ഏതാണ്ടൊരു ഊഹക്കണക്കിൽ ഏതാണ്ട് 11 ലക്ഷം ഏക്കർ ഭൂമി ഈ ഇനത്തിൽ മിച്ചഭൂമിയായി പിടിച്ചെടുക്കാമെന്നായിരുന്നു ഏതാണ്ടൊരു ധാരണയുണ്ടായിരുന്നു. പക്ഷെ നമുക്കറിയാം പിന്നീട് വന്ന വിമോചന സമരവും അതിൻ്റെ കാര്യങ്ങളൊന്നും ഞാൻ വിശദമാക്കുന്നില്ല, കാര്യങ്ങളൊക്കെ പലർക്കും അറിയുന്നതാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായി ഏറ്റവും ഒടുവിൽ 1970 കേരളത്തിൽ ജന്മിത്വം അവസാനിച്ചു എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ഈ പറയുന്ന 11.5 ലക്ഷം ഏക്കർ എന്ന് പറയുന്നത് കേവലം 1,02,000 ഏക്കറായി ചുരുങ്ങുകയും അത് തർക്കങ്ങളിൽ പെട്ടതുൾപ്പെടെ ഇപ്പോഴും കേസ് നടക്കുന്ന, ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് മനസ്സിലാക്കിയ ഒരു ചിത്രം എന്ന് പറയുന്നത് കേരളത്തിൽ 887 ഹെക്ടർ ഭൂമി ഇനിയും വിതരണം ചെയ്യാനുണ്ട്. 3517 ഹെക്ടർ ഭൂമി ഇനിയും മിച്ചഭൂമി ഇനത്തിൽ ഏറ്റെടുക്കാനുണ്ട്. ഞാൻ പറഞ്ഞു വന്നത്, അപ്പോൾ ഇപ്പോഴും അതിൻ്റെ പ്രോസസ്സ് പൂർത്തീകരിച്ചിട്ടില്ല. ഒന്നാം ഭൂപരിഷ്കരണത്തിൻ്റെ പ്രോസസ്സ് പൂർത്തീകരിച്ചില്ല. പിന്നെ ഇതിനുള്ളൊരു നമ്മൾക്കുള്ള ഏക പ്രതീക്ഷ എന്ന് പറയുന്നത് 64 ആകുമ്പോഴേക്ക് ഈ വിഷയത്തിൽ സർക്കാരിന് ബോധ്യപ്പെട്ടു. കാരണം ഇവിടുത്തെ പട്ടികജാതിക്കാർക്ക്, ദലിതർക്ക്, ആദിവാസികൾക്ക് ഭൂമിയിൽ യാതൊരു പ്രയോജനം ലഭിക്കാതെ വന്നപ്പോഴാണ് കുടികിടപ്പ് അവകാശ നിയമം പാസ്സാക്കുന്നത്. ആ കുടികിടപ്പ് അവകാശത്തിനും ചില മാനദണ്ഡങ്ങളുണ്ടായിരുന്നു. നമുക്കറിയാം, ഏതെങ്കിലും ഒരു ജന്മിയുടെ കീഴിൽ വർഷങ്ങളോളം രാത്രിയും പകലും അവിടെ മൃഗങ്ങളെപ്പോലെ അവിടെ കാവലാളായി എവിടെയെങ്കിലും ഒരു ചെറ്റക്കുടിൽ കെട്ടി അവിടെ താമസിച്ച, അത് ഈ പറയുന്ന ജന്മിയുടെ ഔദാര്യം, അവൻ പറയണം ഇവൻ എൻ്റെ അടിയാളനാണ് അല്ലെങ്കിൽ കുടിയാനാണ്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട മനുഷ്യർ, ആ മനുഷ്യർക്ക് ഗ്രാമപ്രദേശങ്ങളിൽ 10 സെൻറ്റ്, നഗരങ്ങളിൽ 5, അല്ലെങ്കിൽ പട്ടണ പ്രദേശങ്ങളിൽ 3 സെൻറ്റ്. ഇവിടെയാണ് നമ്മൾ EWS എന്ന് ആലോചിക്കേണ്ടത്. കാരണം പട്ടണങ്ങളിൽ 49 സെൻറ്റ് ഭൂമിയുള്ളവൻ ഇന്ന് EWSൻ്റെ ഗുണഭോക്താവാണ്. അവിടെയാണ് ഈ സാമൂഹ്യ വിഭജനം, അല്ലെങ്കിൽ ഇവിടുത്തെ നമ്മുടെ വിഷയങ്ങളിൽ ഇവിടുത്തെ രാഷ്ട്രീയക്കാർ കാണിക്കുന്ന സമീപനത്തെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കേണ്ടത്. അപ്പം അങ്ങനെ ഏതാണ്ട് ഒരു 5 ലക്ഷം പേർക്ക്, ഏറെയും പട്ടികജാതിക്കാരും പട്ടികവർഗ്ഗക്കാരുമായ ആളുകൾക്ക് കുടികിടപ്പ് അവകാശം കിട്ടി. എൻ്റെ അച്ഛൻ അങ്ങനെ കേസ് പറഞ്ഞ് കുടികിടപ്പ് 10 സെൻറ്റ് വാങ്ങിയ ഒരു ഗുണഭോക്താവാണ്. അതാണ് ഞാൻ പറഞ്ഞത്. അതും നിയമയുദ്ധങ്ങളിലൂടെയാണ് പലതും നേടിയെടുത്തത്. അപ്പോൾ ഇവിടെയാണ് കേരളത്തിലെ ഒന്നാം ഭൂപരിഷ്കരണത്തിൻ്റെ ആദ്യത്തെ ഘട്ടം. പിന്നെ അതിൻ്റെ 2ാം ഘട്ടം എന്താണ്? 2ാം ഘട്ടം എന്ന് പറയുന്നത് തോട്ടം മേഖലയെ ഈ ഭൂപരിധിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. അവിടെയാണ് എങ്ങനെയാണ് ഈ കാർഷിക വിളകളെല്ലാം
പെട്ടെന്ന് തോട്ടവിളകളായി നമുക്കറിയാം. കാരണം അതുവരെ ഇവിടെ നെൽകൃഷി ചെയ്തിരുന്ന വയലുകൾ, മറ്റ് കാർഷിക ആവശ്യങ്ങൾക്ക് ഉപയോഗിച്ചിരുന്ന വയലുകളെല്ലാം കശുവണ്ടിയും കാപ്പിയും ഏലവും കൊക്കവും റബ്ബറും എല്ലാം പ്ലാന്റ് ചെയ്തുകൊണ്ട് ഇതിനെ തരം മാറ്റി എന്നുള്ളതാണ്. അങ്ങനെ വന്നപ്പോഴാണ് നേരത്തെ ഇവിടെ സൂചിപ്പിച്ച ഹാരിസൺ മലയാളം ഇന്ത്യ ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു വിദേശ കമ്പനി സർക്കാരിൻ്റെ കണക്കിൽ 77,000 ഏക്കർ ഭൂമിയാണ് കൈവശം വെക്കുന്നതെങ്കിൽ അവരുടെ കൈവശമുള്ള ഭൂമിയുടെ ഏതാണ്ട് ഒരു വിസ്തൃതി 1,00,000-ൽ പരം ഏക്കർ ഭൂമി വരും. അപ്പോൾ അവർക്ക് 1,00,000-ഓളം ഏക്കർ ഭൂമി കൈവശം വെക്കാം. ടാറ്റ എന്ന് പറയുന്ന കണ്ണൻ ദേവൻ ടി എസ്റ്റേറ്റിന് മൂന്നാറിൽ 1.25 ലക്ഷം ഏക്കർ ഭൂമി കൈവശം വെക്കാം. AVTക്ക് കൈവശം വെക്കാം. ഹൈലേവൂരിക്ക് കൈവശം വെക്കാം. ആസാം ബ്രൂക്സിന് കൈവശം വെക്കാം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഏതാണ്ട് ഒരു 232 തോട്ടങ്ങൾ കേരളത്തിൽ ആയിരക്കണക്കിന് 10,000-കണക്കിന് ഏക്കർ ഭൂമിയുടെ ഉടമകളാവാനുള്ള ഒരു കാരണം തോട്ടങ്ങളെ ഭൂപരിധിയിൽ നിന്ന് ഒഴിവാക്കി എന്നുള്ളതാണ്. എന്നാൽ ഇവർ ചെയ്യുന്നത് തോട്ടം മേഖല നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യത്തിന് നാടിന് വിദേശ നാണ്യം നേടിക്കൊടുക്കുക, ഒറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ. തോട്ടങ്ങളായിട്ട് ഭൂമി കൺവേർട്ട് ചെയ്യപ്പെട്ട തോട്ടങ്ങളെ അംഗീകരിക്കുമ്പോൾ രാജ്യത്തിന് വിദേശ നാണ്യം നേടിക്കൊടുക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ഹാരിസൺ മലയാളത്തിൻ്റെ ഈ കാലം എത്രയുള്ള കണക്കെടുത്ത് പരിശോധിച്ചാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു പ്രയോജനമില്ല. ഇത് മുഴുവൻ അയർലാൻഡ് വഴി അങ്ങ് കടന്നു പോവുകയാണ് വിദേശത്തേക്ക്. നേരത്തെ പറഞ്ഞിവിടെ ആദ്യം ഇന്ത്യയിൽ നടപ്പിലാക്കിയ ആദ്യ ആക്ട് എന്ന് പറയുന്നത് ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്റ്റാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻറ്റ് ആക്ടിൻ്റെ കാതലായ വസ്തുത എന്ന് പറയുന്നത് ഇന്ത്യക്ക് ബ്രിട്ടൻ അധികാരം കൈമാറുമ്പോൾ അവർ അതുവരെ കൈവശം വെച്ചിരുന്ന ഭൂ ഉടമസ്ഥത, ഇവിടുത്തെ അവരുടെ എല്ലാ സ്വത്തുക്കളും രാഷ്ട്രീയ അധികാരങ്ങളും അത് സ്റ്റേറ്റിന് കൈമാറണം എന്നതായിരുന്നു വ്യവസ്ഥ. ആ വ്യവസ്ഥകൾ പാടെ ലംഘിക്കപ്പെട്ടു. ഒടുവിൽ 70കളിൽ ഫെറാ നിയമം വന്നു, വിദേശ വാണിജ്യ നിയന്ത്രണ നിയമം വന്നു. ഇന്ത്യയിൽ വിദേശികൾക്ക് സ്ഥാപനങ്ങൾ നടത്താൻ പറ്റത്തില്ല, തോട്ടങ്ങൾ നടത്താൻ പറ്റത്തില്ല. അതിനെ മറികടക്കാനും ഹാരിസൺ മലയാളം ഒരു ബിനാമിയെ സൃഷ്ടിച്ചു. ഗോയങ്ക എന്ന് പറയുന്ന ഒരു ബിനാമിയെ സൃഷ്ടിച്ചുകൊണ്ട് അവരിലൂടെയാണ് ഇപ്പോൾ ഈ ഹാരിസൺ മലയാളം എന്ന് പറയുന്ന വിദേശ കമ്പനി ഇന്ത്യയിൽ തോട്ടങ്ങൾ നിലനിർത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ എല്ലാ അർത്ഥത്തിലും ചതിക്കപ്പെട്ട ഒരു സമൂഹം, ആ സമൂഹം അതിൽ നിന്ന് കരകയറാൻ 90-കൾക്ക് ശേഷം ഭൂമി അവൻ്റെ ഒരു ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണെന്നും കൃഷിഭൂമിയിലൂടെ മാത്രമേ ഇവന് മോചനമുണ്ടാക്കാൻ സാധിക്കുമെന്നുള്ള അവിടങ്ങളിലെ ചെറിയ ചെറിയ പ്രകാശങ്ങൾ കണ്ടു തുടങ്ങി. അതാണ് കഴിഞ്ഞ 10-30 വർഷക്കാലം കേരളത്തിൽ നടന്ന ഭൂപ്രക്ഷോഭങ്ങൾ. അപ്പോഴൊക്കെ സർക്കാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ടായിരുന്നു. നമ്മൾ ഭൂമി ചോദിക്കുമ്പോൾ 5 ഏക്കർ ചോദിക്കുമ്പോൾ ആദിവാസിക്ക് 5 ഏക്കർ, മൂക്കത്ത് വിരൽ വെക്കും. പട്ടികജാതിക്കാരൻ 1 ഏക്കർ ചോദിക്കും. എവിടെയാണ് കേരളത്തിൽ വിതരണം ചെയ്യാൻ ഭൂമി എന്നുള്ള മറുചോദ്യങ്ങളുണ്ടാകും. പക്ഷേ നമ്മൾ പലപ്പോഴും ഇത്തരം വാദങ്ങൾ എഴുത്തുകളിലൂടെയും മറ്റ് മാധ്യമങ്ങളിലൂടെയൊക്കെ നമ്മൾ പ്രചരിപ്പിച്ചു. പക്ഷേ അതൊന്നും കേരളത്തിലെവിടെയും ഏശിയിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പം ചങ്ങറ സമരം നമുക്കറിയാം. കേരളത്തിലെ തോട്ടം മേഖലയുടെ പുനർഘടന എന്നുള്ളതായിരുന്നു ലാഹഗോപാലിൻ്റെ അത്തരമൊരു ആശയത്തിലല്ല തുടങ്ങിയതെങ്കിലും ഒടുവിലത് അതിൻ്റെ സൈദ്ധാന്തികമായ കാര്യങ്ങളിലേക്ക് എത്തിയപ്പോൾ അങ്ങനെയൊരു തലത്തിലേക്ക് അത് മാറി വന്നു. ആ മാറി വന്നപ്പോൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റിയിട്ടില്ല. അതിനൊരു രാഷ്ട്രീയ വിഷയമായി അന്ന് UDF ഏറ്റെടുത്തു. ഇടതുപക്ഷം കേരളത്തിൽ ഭൂപരിഷ്കരണം നടപ്പിലാക്കിയ ഒരു പാർട്ടി ആ റബ്ബർ മോട്ടിച്ചിട്ടാണ് ചങ്ങറക്കാർ, ദലിതർ സമരം നടത്തുന്നത് എന്ന് അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ VS അച്യുതാനന്ദനും അന്നത്തെ ആഭ്യന്തരമന്ത്രി മാവോയിസ്റ്റുകളാണ് അതിനകത്ത് സമരത്തിന് നേതൃത്വം നൽകുന്നത് എന്ന് പറഞ്ഞ് അതിന് തീവ്രവാദവൽക്കരിക്കാനുമൊക്കെയാണ് ശ്രമം നടത്തിയത്. അത്തരമൊരു ശ്രമം പിന്നീട് UDF അതിനെ രാഷ്ട്രീയമായി കൈകാര്യം ചെയ്യാനും ഉമ്മൻചാണ്ടി അത് നിയമസഭയിൽ അടൂർ പ്രകാശിനെ കൊണ്ടൊരു സബ്മിഷൻ ഉന്നയിപ്പിക്കാനും പിന്നീട് UDFൻ്റെ
MLA-മാർ ആ സമരഭൂമി സന്ദർശിക്കാനൊക്കെ ഉള്ളൊരു സാഹചര്യത്തിലേക്ക് പിന്നീട് ചിത്രം മാറി. പക്ഷെ ഇപ്പോഴും ചെങ്ങറ സമരത്തിൽ പങ്കെടുത്ത് പട്ടയം കിട്ടിയ 1490 പേരിൽ കേവലം 180 കുടുംബങ്ങൾക്ക് മാത്രമേ ഈ കാലം എത്രയായും താമസിക്കാൻ പറ്റിയ ഭൂമി ലഭിച്ചിട്ടുള്ളൂ. അത് സംബന്ധിച്ച് ഇപ്പോഴും ഞാൻ ഒന്നാം കക്ഷിയായിട്ടുള്ള ഒരു കേസ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നടക്കുകയാണ്. 2013 ഫയൽ ചെയ്തതാണ്. ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ, ശ്രീ ഗീതാനന്ദൻ മാഷൊക്കെ ആ വിധി കാണുകയും നമ്മൾ അത് സംബന്ധിച്ച പത്തനംതിട്ടയിൽ വലിയൊരു ഭൂരഹിതരുടെ സമ്മേളനം വിളിച്ചു കൂട്ടി. അന്ന് അദ്ദേഹം അസന്നിഗ്ധമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, ദേവൻ രാമേന്ദ്രൻ ജസ്റ്റിസ്. അതായത് ഈ കാലം എത്രയായി കേരളത്തിൽ നടക്കുന്ന ചെങ്ങറ പോലുള്ള സമരങ്ങൾ നടത്തിയവർക്ക് നൽകാൻ ഭൂമി കണ്ടെത്തി നൽകാൻ സർക്കാർ സാധിച്ചില്ല. നാളെ ഇവർ മറ്റേതെങ്കിലും ഒരു തോട്ടങ്ങളിലേക്കോ സർക്കാർ ഭൂമികളിലേക്കോ കയറാൻ തയ്യാറായാൽ അത് ഇവരുടെ കുറ്റമാകില്ല, അത് സർക്കാരിൻ്റെ കുറ്റമാകും. എന്ന് പറഞ്ഞാൽ ഒരു ബ്ലാങ്ക് ചെക്കാണ്. ഭൂമിക്ക് കയറാൻ ഇനിയും ആളുകൾ ഭൂരഹിതർ തയ്യാറാവുകയാണെങ്കിൽ ഇതാ ജസ്റ്റിസ് ദേവൻ രാമേന്ദ്രൻ അദ്ദേഹം ഹൈക്കോടതിയിൽ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, അത് രേഖപ്പെടുത്തിയിരിക്കുന്നു. 6 മാസം കൊണ്ട് ഭൂമി കൊടുക്കണമെന്ന് പറഞ്ഞു. 2021 പറഞ്ഞത്. വർഷം 5 കഴിഞ്ഞു, ഇതുവരെ ചെങ്ങറക്കാർക്ക് ഭൂമി കൊടുത്തിട്ടില്ല. അവരിപ്പോഴും അലയുകയാണ് ഓരോ ഘട്ടങ്ങളിലായി. ഒരിക്കൽ പറയുന്നു ഇടുക്കിയിൽ, പിന്നീട് പറയുന്നു അവർക്ക് ആലക്കോട് എസ്റ്റേറ്റ് കൊടുക്കാം, അതും ആദിവാസികൾക്ക് വേണ്ടി മാറ്റിവെച്ച് ഭൂമി കൊടുക്കാം. ഇങ്ങനെ കോടതിയിൽ ഓരോ വാദമുഖങ്ങൾ ഇങ്ങനെ നിരത്തി എങ്ങനെയൊക്കെ ഈ ദുർബലരായ മനുഷ്യരെ ഇല്ലായ്മ ചെയ്യാൻ സാധിക്കും, ഇതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് നമുക്ക് നീതിപീഠത്തിൽ നിന്ന് എന്തെങ്കിലും ഒരു അനുകൂലമായ ചെറിയൊരു അനുരണങ്ങൾ ഉണ്ടായാൽ അത് നമ്മുടെ വിജയമായിട്ടൊന്നും ആരും കാണണ്ട. ഇപ്പം ചെറുവള്ളി എസ്റ്റേറ്റ് കാര്യം നേരത്തെ ഇവിടെ പറഞ്ഞു. ചെറുവള്ളി എസ്റ്റേറ്റ് അതായത് 2014 അതിനു മുമ്പുള്ള 3 കമ്മിറ്റിയുടെ കാര്യം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള. ഒന്ന്, ആദ്യത്തെ കമ്മിറ്റി രൂപീകരിക്കുന്നത് 2006 നിവേദിത പി ഹരൻ എന്ന് പറയുന്ന പിൽക്കാലത്ത് കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറിയും അന്നത്തെ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായ നിവേദിത പി ഹരനാണ് ഹാരിസൺ മലയാളം കേരളത്തിൽ കൈവശം വെച്ച ഭൂമിയെക്കുറിച്ചുള്ള ആദ്യത്തെ പഠനം നടത്തുകയും അതിനകത്ത് അനധികൃതമായിട്ടാണ് ഇവരുടെ രേഖയുണ്ടാക്കിയതെന്നും അത് നിയമവിരുദ്ധമാണെന്നും അവർക്കിത് കൈവശം വെക്കാനുള്ള അവകാശമില്ല എന്നുള്ളൊരു ചിത്രം കേരളത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരുന്നത്. അതിൻ്റെ ബൈ പ്രോഡക്റ്റാണ് 2007 ഓഗസ്റ്റ് മാസം 4 ഹാരിസൺ മലയാളത്തിൻ്റെ കുമ്പഴ എസ്റ്റേറ്റിൽ കയറിക്കൊണ്ട് നടത്തിയിട്ടുള്ള ഒരു സമരം. പിന്നീട് ഈ പറയുന്ന നിവേദിത പി ഹരൻ നടത്തിയിട്ടുള്ള അന്വേഷണങ്ങൾ ശരിയാണോ എന്നോ നിയമസാധ്യതയുണ്ടെന്ന് പരിശോധിക്കാൻ ജസ്റ്റിസ് മനോഹരൻ കമ്മീഷനെ നിയമിച്ചു. അദ്ദേഹം അസന്നിഗ്ധമായി പറഞ്ഞു, ഒരു സംശയമില്ല, ഇതെല്ലാം തിരിച്ചെടുക്കേണ്ടുന്ന ഭൂമി തന്നെയാണ്. പിന്നീട് ഈ തിരിച്ചെടുക്കൽ നടപടി അല്പം വൈകും എങ്കിൽ മിച്ചഭൂമി ഉണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ വലിയ സാവകാശം വേണ്ടി വരില്ല. അവിടെ സജിത് ബാബു എന്ന് പറയുന്ന ഒരു റവന്യൂ ഉദ്യോഗസ്ഥനെ, അദ്ദേഹം കാസർഗോഡ് ജില്ലാ കലക്ടറൊക്കെ ആയിരുന്നു, അദ്ദേഹത്തെ നിയമിച്ചു. അദ്ദേഹം കൃത്യമായി പറഞ്ഞു, ഇന്ന സ്ഥലങ്ങളിൽ മിച്ചഭൂമിയുണ്ട്, അത് ഏറ്റെടുക്കുന്നതിൽ യാതൊരു സാങ്കേതിക തടസ്സവുമില്ല. ഒന്നും നടന്നില്ല. ഒടുവിലാണ് 2014 ഉമ്മൻചാണ്ടി ശ്രീ രാജമാണിക്യം AJ രാജമാണിക്യം IAS-നെ റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറിയായി നിയമിക്കുകയും ഈ ഹാരിസൺ മലയാളം ഉൾപ്പെടെയുള്ള നേരത്തെ സൂചിപ്പിച്ച 232ഓളം കമ്പനികൾ കൈവശം വെക്കുന്ന ഭൂമി അതേതാണ്ട് 5.25 ലക്ഷം ഏക്കർ ഭൂമിയാകും ഉണ്ടാവുക. ഈ ഭൂമി എത്രയും പെട്ടെന്ന് തിരിച്ചെടുക്കണമെന്ന് സർക്കാരിനോട് നിർദ്ദേശിക്കുകയും അതിലാദ്യം തിരിച്ചെടുക്കേണ്ടത് ഇവർ മുറിച്ചു വിറ്റിട്ടുള്ള ഭൂമിയാണ്. ആ മുറിച്ചു വിറ്റ ഒരു ഭൂമിയാണ് ചെറുവള്ളിയിലെ KP യോഹന്നാൻ എന്ന് പറയുന്ന ബിലീവേഴ്സ് ചർച്ചിൻ്റെ ഉടമ കൈവശം വെക്കുന്ന ഭൂമി. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ ആര്യങ്കാവിൽ അമ്പനാട് എസ്റ്റേറ്റ്, തെന്മലയിൽ റിയാൽ പ്രോപ്പർട്ടീസ്, നമ്മുടെ പെരുവന്താനത്തുള്ളൊരു എസ്റ്റേറ്റ്, അങ്ങനെ ഏതാണ്ട് 29,000-ൽ പരം ഏക്കർ ഭൂമി മുറിച്ചു വിറ്റതാണ്. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ട്, അതായത് ഇതിൻ്റെ പോക്കുവരവ് റദ്ദാക്കാൻ തീരുമാനിച്ചു കാഞ്ഞിരപ്പള്ളി തഹസിൽദാർ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് KP യോഹന്നാൻ്റെ അയന ട്രസ്റ്റ് എന്ന് പറയുന്ന സ്ഥാപനം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു OP ഫയൽ ചെയ്തു.
അന്ന് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ സുശീലാർ ഭട്ട് എന്ന് പറയുന്ന വളരെ സ്വാത്വികയായ ഒരു പട്ടികജാതിക്കാരോടും ഇവിടുത്തെ ഭൂരഹിതരോടൊക്കെ സ്നേഹമുള്ള ഒരു സ്ത്രീ അന്ന് ഗവൺമെൻറ് ലീഡറായിരുന്നു. അവർ ശക്തമായി വാദിച്ചു, നന്നായി പഠിച്ചു. ജസ്റ്റിസ് ആശ എന്ന് പറയുന്ന സിംഗിൾ ബെഞ്ച് അന്ന് ഈ ചെറുവള്ളി എസ്റ്റേറ്റിൻ്റെ പോക്കുവരവ് റദ്ദ് ചെയ്തു. അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ ഡിവിഷണൽ ബെഞ്ചിൽ ഹർജി നൽകി. ആ ഡിവിഷണൽ ബെഞ്ചിൽ ഹർജി നിലനിൽക്കുകയാണ്. പിണറായി വിജയൻ നിയമസഭയിൽ പ്രഖ്യാപിക്കുന്നു, ചെറുവള്ളി ആസ്ഥാനമായിക്കൊണ്ട് ഒരു വിമാനത്താവളം വരുന്നു. അതിൻ്റെ 25% ഓഹരി KP യോഹന്നാന് നൽകും എന്ന് പറഞ്ഞാൽ ഭരണഘടന തൊട്ട് അധികാരത്തേറ്റ ഒരു മുഖ്യമന്ത്രി നടത്തുന്ന ഒരു ഭരണഘടനാ ലംഘനമാണ്. ഹൈക്കോടതിയിൽ നിലനിൽക്കുന്ന ഒരു കേസ് നിലനിൽക്കെ അതിൽ തീരുമാനമാകുന്നതിന് മുമ്പ് വിമാനത്താവളത്തിന് വേണ്ടി ഭൂമി കൊടുക്കാൻ തീരുമാനിക്കുന്നു, ഏറ്റെടുക്കാൻ തീരുമാനിക്കുന്നു, അതും നഷ്ടപരിഹാരം നൽകിയിട്ട്. അതിനെതിരായിട്ട് നമ്മളിപ്പോൾ ആളുകൾ വന്നു, അതും കോവിഡിൻ്റെ മറവിലാണെന്ന് മനസ്സിലാക്കുക. അതായത് കോവിഡിൻ്റെ നിയന്ത്രണങ്ങൾ ഇവിടെ മനുഷ്യൻ്റെ കണ്ണ് കെട്ടി ചെവിയിൽ പഞ്ഞുകുത്തി കയറ്റി നിശബ്ദമാക്കിയ കാലഘട്ടത്തിൽ നിയമസഭക്കകത്ത് ഇടതുപക്ഷവും വലതുപക്ഷവുമെല്ലാം അറിവോടുകൂടി ചെറുവള്ളി എസ്റ്റേറ്റിൽ വിമാനത്താവളം കമ്പനി ഏറ്റെടുക്കുമ്പോൾ അതിൻ്റെ ഓഹരി 25% കൊടുത്തുകൊണ്ട് ആ ഭൂമി മുഴുവൻ വിമാനത്താവളത്തിന് കൊടുക്കാനും അതിൻ്റെ നഷ്ടപരിഹാരം KP യോഹന്നാൻ നടത്താൻ തീരുമാനിച്ചു. യൂസഫ് അലി എന്ന് പറയുന്ന അന്തർദേശീയ വ്യവസായി ഈ വിവരം അറിഞ്ഞ ഉടനെ തന്നെ 1000 ഏക്കർ ഭൂമി അവിടെ വാങ്ങിയിട്ടു. ഒരുപക്ഷെ ആ കാലത്ത് പത്രങ്ങളൊക്കെ നിങ്ങൾ കണ്ടു കാണും. അതായത് പമ്പയിലെ മണൽ എടുത്ത് അതുകൊണ്ട് ഡംപ് ചെയ്തത് ചെറുവള്ളിക്കടുത്തായിരുന്നു, ഈ യൂസഫ് അലിയുടെ തോട്ടവുമായിട്ട് ബന്ധപ്പെടുന്ന സ്ഥലങ്ങളിൽ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നിയമസാധ്യതകളുണ്ടായി, നിയമ പോരാട്ടങ്ങളുണ്ടായി. ആ നിയമ പോരാട്ടങ്ങളിൽ അവസാനമെടുത്ത കാര്യം, നിങ്ങൾക്ക് തർക്കമുണ്ടെങ്കിൽ അതത് സബ് കോടതിയിൽ, ജില്ലകളിലെ സബ് കോടതിയിൽ നിങ്ങൾ കേസ് ഫയൽ ചെയ്തേക്കാം എന്ന് പറഞ്ഞ് ഹൈക്കോടതി സുന്ദരമായി ഈ ഫയൽ അങ്ങ് കൈമാറിക്കൊടുത്തു. പല ജില്ലകളിലും ഈ പറയുന്ന ജില്ലാ കളക്ടർമാരെയാണ് ചുമതലപ്പെടുത്തിയത് ഈ ഭൂമിയുടെ അവകാശം ഉന്നയിച്ചുകൊണ്ട് ഇത് തിരിച്ചെടുക്കാൻ. പക്ഷേ ഇവരാരും തയ്യാറായിട്ടില്ല. പേരിന് പാലാ സബ് കോടതിയിൽ അവിടെ ഒരു കേസ് കൊടുത്തു, അതിനകത്ത് നമ്മുടെ പലരും കക്ഷി ചേർന്നു, അത് മുന്നോട്ട് പോയിട്ടില്ല. അപ്പോഴും തോണി തിരുനക്കരത്തനെ എന്ന് പറഞ്ഞ പോലെ KP യോഹന്നാൻ തന്നെ അതിൻ്റെ ഉടമയായി വാഴുന്നൊരവസ്ഥയിലേക്ക് വന്നു. അപ്പം ഞാൻ പറയുന്നത്, ഇതൊരു നിയമക്കുരുക്കിലേക്ക് നിരന്തരമായി അകപ്പെട്ട് ഈ തോട്ടം ഭൂമിയെ ഏത് വിധേനയും കമ്പനികളുടെ കൈവശം നിലനിർത്തുക എന്നുള്ളതാണ് ഈ കാലമത്രയും കേരളത്തിലെ ഭരിച്ചുകൊണ്ടിരുന്ന പാർട്ടികൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ വിഷയം വളരെ ലൈവാക്കുകയും കഴിഞ്ഞ 2021 നമ്മളൊരു ദലിത് ആദിവാസി മാനിഫെസ്റ്റോ തയ്യാറാക്കുകയും ഭൂവകാശ രേഖ തയ്യാറാക്കുകയും അന്നത്തെ ഇതിൻ്റെ മാനിഫെസ്റ്റോ നിർമ്മാണത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന ശശി തരൂരിനെയും VM സുധീറിനെയും CP ജോണിനെയും JS അടൂരിനെയൊക്കെ നമ്മൾ ചെന്ന് കണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി. നമ്മൾ തയ്യാറാക്കിയ മാനിഫെസ്റ്റോയിൽ ഈ പറയുന്ന രാജമാണിക്യം റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന 5.25 ലക്ഷം ഏക്കർ ഭൂമി ഏറ്റെടുക്കും എന്ന് കൃത്യമായി അവതരിപ്പിക്കപ്പെട്ട ആ രേഖ അത് ശശി തരൂരിന് കൈമാറുകയും, കൊടിക്കുന്ന് സുരേഷ് വിളിക്കാതെ വന്നെങ്കിൽ കൂടി അദ്ദേഹം അതിൻ്റെ പാർട്ടായി നിന്നു. അക്കാലത്ത് പുറത്തിറങ്ങിയ 2001 UDFൻ്റെ മാനിഫെസ്റ്റോയിൽ കൃത്യമായി ഈ കാര്യം പറയുകയും ചെയ്തു. ഗവൺമെൻറ് അധികാരത്തിൽ, അന്ന് UDF അധികാരത്തിൽ വന്നില്ല, പക്ഷേ നമ്മളതിൽ നിന്ന് പുറകോട്ട് പോയില്ല. 2026 തെരഞ്ഞെടുപ്പിൻ്റെ വേളയിലും നമ്മൾ ഇതേ കാര്യം വീണ്ടും ആവർത്തിച്ചു. ആ ആവർത്തിച്ച കാര്യം അത് കൃത്യമായി വള്ളിപുള്ളി തെറ്റാതെ അവർ ഈ 2006 UDFൻ്റെ മാനിഫെസ്റ്റോയിലും ഇത് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പം നിയമങ്ങളുണ്ട്, മാനിഫെസ്റ്റോയിൽ നിർദ്ദേശങ്ങളുണ്ട്. ഇതൊക്കെ ഒരു ഭാഗത്ത് നിലനിൽക്കുമ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ ഇവരുടെ ലക്ഷ്യം ഈ പറയുന്ന പട്ടികവർഗക്കാർക്ക് 5.5 ലക്ഷം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്ത് നാളെ തന്നെ ഇവിടെ ഒരു സ്വർഗരാജ്യം ഉണ്ടാക്കലല്ല. ഇത് ഏത് വിധേനയും ഇവിടുത്തെ സ്വകാര്യ കോർപ്പറേറ്റുകൾക്ക്, കമ്പനികൾക്ക് ഇത് വിൽപ്പന നടത്തുകയോ അതിനകത്ത് ഓഹരി കൈമാറുകയോ
അല്ലെങ്കിൽ പാട്ടത്തിന് കൊടുക്കുകയോ, കാരണം നിസ്സാരല്ല കാര്യം, വലിയ പോരാട്ടത്തിലൂടെയാണ് ആർലം ഫാം ഭൂപ്രക്ഷോഭം നമ്മൾ വിജയിപ്പിച്ചെടുത്തത്. എന്താ ഇന്നത്തെ അവസ്ഥ? അതിനകത്ത് ഏറ്റവും കാതലായ 3750 ഏക്കർ വരുന്ന ആദിവാസി ഭൂമി ഇന്ന് ഫാമായി നിലനിർത്തിയ ഭൂമി മുഴുവൻ 500 ഏക്കറും 1000 ഏക്കറും 200 ഏക്കറും 100 ഏക്കറയും പത്രത്തിൽ പരസ്യം ചെയ്ത് അത് മുഴുവൻ സ്വകാര്യ വ്യക്തികളിലേക്ക് കൈമാറിക്കഴിഞ്ഞു, കമ്പനികളിലേക്ക് കൈമാറിക്കഴിഞ്ഞു. അത് നമ്മളെ പണം കൊടുത്തു വാങ്ങിയ ഭൂമി. മുത്തങ്ങ സമരത്തിന് പിൽക്കാലത്ത് ആൻ്റണിക്കുണ്ടായ ഒരു മനസ്താപത്തിൻ്റെ ഭാഗമാണ് ആർലം ഫാം ഏറ്റെടുത്തത്. അപ്പോൾ അതുപോലും നമ്മുടെ നഷ്ടപ്പെട്ടു. അതുകൊണ്ട് നമ്മുടെ സ്വപ്നങ്ങൾ ഇനി വലിയ അർത്ഥത്തിൽ മുന്നോട്ട് പോകാൻ സാധ്യതയില്ല. സർക്കാർ അനുകൂലികളും പ്രതികൂലികളും എല്ലാം ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടായി നിൽക്കും. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ളത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഏത് വിധേയനെയും ഇതിൻ്റെ വലിയ രീതിയിലുള്ള ഒരു പ്രൊപ്പഗൻഡ ഇതിനെതിരായി ഉയർത്തിക്കൊണ്ടുവരണം. വി എം സുധീരൻ ഒരുപാട് കത്തുകൾ അയച്ചിട്ടുള്ള ഒരാളാണ്. അതിൻ്റെ എല്ലാം കോപ്പി അയാൾ എനിക്ക് തന്നിട്ടുണ്ട്. പക്ഷേ ഈ വിഷയം വന്നിട്ട് അയാളൊരു അഭിപ്രായം പറഞ്ഞിട്ടില്ല. KSUവിൻ്റെ അലൂഷ്യസിന് ചെറിയൊരു കുഴപ്പമുണ്ടായപ്പം അവനെ വിഷയം ഉന്നയിക്കുന്ന വി എം സുധീരൻ മറ്റ് പല വിഷയത്തിലും, അതായത് കരിമണൽ വിഷയത്തിലും വിഴിഞ്ഞം വിഷയത്തിലൊക്കെ അഭിപ്രായം പറയുന്ന വി എം സുധീരൻ ഏറ്റവും കൂടുതൽ നമ്മുടെ സമരത്തിൽ പങ്കാളിയായിട്ടുള്ള വി എം സുധീരൻ ഈ പറയുന്ന രണ്ടാം ഭൂപരിഷ്കരണത്തിൻ്റെ തോട്ടം മേഖലയുടെ മുറിച്ചു വിൽപ്പനയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നപ്പോൾ നിശബ്ദമാകുന്നു. ഇതാണ് അവസ്ഥ. അപ്പോൾ ഞാൻ പറയുന്നത്, നമ്മൾ ഇവരിൽ നിന്ന് ഇന്നലകളിൽ നമ്മുടെ സമരമുഖങ്ങളിൽ നിന്ന് നമ്മളെ പ്രോജ്വലിപ്പിച്ച ആളുകളൊന്നും നാളെ നമ്മളെ കൂടെ ഉണ്ടാവണമെന്നില്ല. അതുകൊണ്ട് നമുക്ക് സ്വന്തമായി സമരമുഖം തുറക്കുക, ഈ തോട്ടങ്ങൾ ഏറ്റെടുക്കാനുള്ള. ഇപ്പം ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കും. ഇപ്പോൾ ആറന്മുള വിമാനത്താവളം വീണ്ടും സജീവമായി. ആറന്മുള വിമാനത്താവളം പദ്ധതി എങ്ങനെ അവസാനിച്ചത് ആർക്കെങ്കിലും ഓർക്കുണ്ടോ എനിക്കറിഞ്ഞോ? ഞാൻ ആ സമരത്തിൽ പങ്കാളിയായിരുന്നു. ശ്രീ കുമ്മനം രാജശേഖരനും പത്മകുമാറും, അതായത് ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റ് പത്മകുമാറും പി പ്രസാദ് മുൻ കൃഷിമന്ത്രി ഉൾപ്പെടെ സംയുക്തമായി നടത്തിയൊരു സമരമായിരുന്നു. ഒടുവിൽ ആ സമരം അവസാനിച്ചത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, അവിടുത്തെ ആ വിമാനത്താവളത്തിന് വേണ്ടി കണ്ടെത്തിയ ഭൂമി അത് നെൽകൃഷിയാണ്, കാർഷിക ഭൂമിയാണെന്നും 15 ഏക്കർ കൂടുതൽ ഭൂമി ഈ KGR ഗ്രൂപ്പിന് കൈവശം വെക്കാനുള്ള അവകാശമില്ലെന്നും അത് ലാൻഡ് ബോർഡ് മിച്ചഭൂമിയായി പ്രഖ്യാപിക്കുകയും നോട്ടിഫിക്കേഷൻ വന്നതാണ്. ആ കാരണം കൊണ്ട് മാത്രമാണ് അന്ന് ആ ഫയല് മുന്നോട്ട് പോകാതിരുന്നത്. 10 വർഷം ഇടതുപക്ഷം ഭരിച്ചു അതിന് ശേഷം. എന്തുകൊണ്ടാണ് ഈ മിച്ചഭൂമിയായി ഏറ്റെടുക്കപ്പെട്ട ഭൂമി വിതരണം ചെയ്യാൻ അവർ തയ്യാറാവാത്തത്? അവിടെ 10-25 കുടുംബം അന്ന് AKSൻ്റെ പേരിൽ PKSൻ്റെ പേരിലൊക്കെ അവിടെ ഭൂമി കയ്യേറി ഇപ്പോഴും അവിടെ കുടിൽകെട്ടി സമരത്തിലുണ്ട്. അവരെ എങ്ങനെ അവിടെ നിന്ന് പാക്ക് ചെയ്യാം എന്നുള്ളതാണ് ഇവർ ആലോചിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലൊക്കെ ചില താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് നമ്മുടെ ഒന്നും വിഷയത്തിൽ ഇവരിൽ നിന്നൊന്നും ഒരു നീതിയും നമ്മൾ പ്രതീക്ഷിക്കേണ്ടതില്ല. അതുകൊണ്ട് ഈ ഒരു വിഷയം, അതായത് മാനിഫെസ്റ്റോയുടെ വിഷയം ഉന്നയിച്ചുകൊണ്ട് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വത്തെ ഇടപെടിക്കണം. കാരണം 2012 ഒരു ദേശീയ ഭൂപരിഷ്കരണ കരട് ബില്ല് അന്നത്തെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി, UPAയുടെ ഗ്രാമവികസന വകുപ്പ് മന്ത്രി ശ്രീ ജയറാം രമേശ് ഇന്ത്യയിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും. അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഒരു കുടുംബത്തിന് 2.5 ഏക്കർ ഭൂമി കാർഷിക ആവശ്യങ്ങൾക്ക്, 10 സെൻറ്റ് വീട് വെക്കാൻ അത് സ്ത്രീകളെ പരിഗണിച്ചുകൊണ്ട് അങ്ങനെയുള്ളൊരു കരട് ബില്ല് ദേശീയ അടിസ്ഥാനത്തിൽ പ്രഖ്യാപിച്ചൊരു പാർട്ടിയാണ്. ആ പാർട്ടിയുടെ പ്രതിനിധികളാണ് കേരളം ഭരിക്കുന്നത്. അതുകൊണ്ട് കേരളത്തിലെ 5.5 ലക്ഷം ഏക്കർ ഭൂമി ഏറ്റെടുത്ത് വിതരണം ചെയ്യാൻ എന്ന് പറയുന്നത് ഒരു വലിയ വിപ്ലവമായിരിക്കും. നമ്മുടെ കാർഷിക പ്രതിസന്ധിക്ക് ഇന്നും അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കൊണ്ടുവന്നില്ലെങ്കിൽ കേരളം പട്ടിണിയാകുന്ന ഒരവസ്ഥക്ക് മാറ്റമുണ്ടാകാൻ ഭൂപരിഷ്കരണം എന്ന് പറയുന്നത് ഒരു കാർഷിക വിപ്ലവമാണ്. ആ കാർഷിക വിപ്ലവത്തിൻ്റെ ഗുണഫലങ്ങൾ കേരളത്തിന് ലഭിക്കാത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മണ്ണിൽ അധ്വാനിക്കുന്നവൻ്റെ കൈവശമല്ല. ഈ നേരത്തെ പറഞ്ഞ പാട്ടക്കാരന് കൃഷിഭൂമിയിന്മേലുള്ള സ്ഥിരാവകാശം എന്നുള്ള തത്വത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭൂമി ലഭിച്ചത് അത് ഇവിടുത്തെ മധ്യവർഗത്തിൻ്റെ കയ്യിലാണ്. അവരത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും മറ്റ് ഊഹക്കച്ചവടത്തിനും വേണ്ടി അത് മുഴുവൻ വിനിയോഗിച്ചപ്പോൾ ഇവിടുത്തെ പാടങ്ങളെല്ലാം ശൂന്യമായി.
കൃഷി ചെയ്യാൻ ആളെ കിട്ടാതായി. ആ നിലയിലേക്ക് കേരളത്തെ പ്രതിസന്ധിയിലേക്ക് നയിച്ചത് ഒന്നാം ഭൂപരിഷ്കരണത്തിൻ്റെ അപജയമാണ്. ഇനി രണ്ടാം ഭൂപരിഷ്കരണം വരുമ്പോൾ നമുക്ക് മുദ്രാവാക്യം വിളിക്കാൻ പോലുമുള്ള ഒരു അവകാശവും കൂടി ഇല്ലാതായി പോകുന്ന രീതിയിൽ ഈ 5.5 ലക്ഷം ഏക്കർ ഭൂമിയും കൈമാറിപ്പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും. അപ്പോൾ അതിന് വളരെ ടാക്ടിക്സായിട്ട് നമുക്കെങ്ങനെ ഇടപെടാമെന്നുള്ളത് ഗൗരവമായി കൂട്ടായി ചർച്ച ചെയ്ത് ഒരു തീരുമാനമെടുത്ത് അതിൻ്റെ ഒരു സമര മുഖം തുറക്കാൻ നമുക്ക് സാധിച്ചാൽ തീർച്ചയായും എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ നമുക്കുണ്ടാക്കിയെടുക്കാൻ സാധിക്കും. അതിന് കൂടി ആവട്ടെ നമ്മുടെ ഈ ക്യാമ്പ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.